പാർട്ട് 1 കാൽക്കുലേഷൻ ആണ്. 0 to 1 യോക്ക് ലെങ്ത് 11 ഇഞ്ച്, അതിൻ്റെ കൂടെ ഷോൾഡറും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള 1/2 ഇഞ്ചും സ്കേർട്ട് പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് എന്ന രീതിയിൽ നമുക്ക് 12 ഇഞ്ച് കിട്ടും. 0 to 2 ഞാൻ ഇവിടെ സ്ലീവ്ലെസ് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഷോൾഡർ എനിക്ക് കിട്ടിയത് 10 ആണ്. 10 ഡിവൈഡ് ബൈ 2 ചെയ്യുക, അപ്പൊ എനിക്ക് 5 ഇഞ്ച് കിട്ടി. 3 to 4 ചെസ്റ്റ് റൗണ്ട് 21 ഇഞ്ചാണ്. 21 ഡിവൈഡ് ബൈ 4 ചെയ്യുക, അപ്പൊ കിട്ടുന്ന ആൻസർ 5.25. അതിൽ നിന്ന് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ഞാൻ ലൂസ് ആഡ് ചെയ്യാണ്. ലൂസ് നമുക്ക് 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച് വരെ ലൂസ് ആഡ് ചെയ്യാം. ഇത് കുട്ടികൾക്ക് ആയതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യാണ്. അതിലൂടെ സീം അലവൻസ് 1 ഇഞ്ച് ആഡ് ചെയ്യണം. അങ്ങനെ എനിക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് 7.25 ഇഞ്ച് എനിക്ക് വന്നു. ഞാൻ ബാക്കിൽ ഞാനിപ്പോൾ നോർമൽ സിബ് ആണ് വെക്കുന്നത്. വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ സിബ് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ 7.25 കൂടെ 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൂടി ആഡ് ചെയ്തിട്ടാണ് ബാക്കിൽ ഞാൻ 8.25 ഇഞ്ചാണ് 3 to 4 അടയാളപ്പെടുത്തുന്നത്. അടുത്ത് 5 to 6 ഫ്രണ്ട് നെക്ക് ലെങ്ത് 3.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ നമ്മൾ കൂട്ടി യോജിപ്പിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് 4 ഇഞ്ച് വരും. 5 to 7 ബാക്ക് നെക്ക് ലെങ്ത് 3 ഇഞ്ച്, അതിൻ്റെ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള 1/2 ഇഞ്ച് ആഡ് ചെയ്ത് അങ്ങനെ എനിക്ക് ബാക്ക് നെക്ക് ലെങ്ത് 3.5 ഇഞ്ച് കിട്ടി. 8 to 9 ഞാൻ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുകയാണ്. ആം റൗണ്ട് ഞാൻ 11 ഇഞ്ചാണ് കൊടുക്കുന്നത്. 11 ഡിവൈഡ് ബൈ 2 എന്ന രീതിയിൽ 5.25 ഇഞ്ച് വരും. ഇത്ര ഭാഗം മാത്രമാണ് യോക്ക് പാർട്ടിലുള്ളത്. ഇനി സ്കേർട്ട് പാർട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ സ്കേർട്ട് 3 ലെയർ ആയിട്ടാണ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സ്കേർട്ടിന്റെ വിഡ്ത്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എനിക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് 24 ഇഞ്ചാണ്. എനിക്ക് 3 ലെയർ ആണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേസ്റ്റ് റൗണ്ട് ഇൻറ്റു 3, വേസ്റ്റ് റൗണ്ടിന്റെ 3 ഇരട്ടി. വേസ്റ്റ് റൗണ്ട് എനിക്ക് ഇവിടെ വരുന്നത് 24 ആണ്. 24ന്റെ 3 ഇരട്ടി എന്ന രീതിയിൽ 72 ഇഞ്ച് കിട്ടി. അതിന്റെ കൂടെ ഞാൻ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് ഞാൻ 77 ഇഞ്ചാണ് ഫസ്റ്റ് ലെയറിന്റെ നല്ല തുണിയുടെ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത്. ഇനി അതിന് ലൈനിങ് തുണി കൂടി വെക്കണം. ലൈനിങ് തുണി എടുക്കുന്നത് നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിന്റെ 2 ഇരട്ടിയാണ് എടുക്കണം. ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് എനിക്ക് 24 ആണ്. അതിന്റെ 2 ഇരട്ടി എന്ന രീതിയിൽ 24 × 2 എന്ന രീതിയിൽ 48 ഇഞ്ചാണ് ഞാൻ ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണി എടുക്കുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് ലെയർ ആണ്. സെക്കൻഡ് ലെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണിയുടെ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, അതിന്റെ 3 ഇരട്ടി എടുക്കണം. ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണിയുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 48 ഇഞ്ചാണ്. അതിന്റെ 3 ഇരട്ടി എന്ന് പറയുന്നത് 144 ഇഞ്ച് വരും. ഇനി നമ്മൾ സെക്കൻഡ് ലെയറിന് ലൈനിങ് തുണി വേണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ്ങിന്റെ വേസ്റ്റ് റൗണ്ടിന്റെ കൂടെ 10 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ലെയറിന്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 48 ഇഞ്ചാണ്. അതിലൂടെ 10 ഇഞ്ചും കൂടി ആഡ് ചെയ്തപ്പോൾ എനിക്ക് 58 ഇഞ്ച് കിട്ടി. അങ്ങനെയാണ് സെക്കൻഡ് ലെയർ കണ്ടുപിടിക്കുന്നത്. ഇനി തേർഡ് ലെയർ എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് ലെയറിന്റെ ലൈനിങ് തുണിയുടെ വേസ്റ്റ് റൗണ്ടിന്റെ 3 ഇരട്ടി വേണം തേർഡ് ലെയറിന്റെ നല്ല തുണി എടുക്കാനായിട്ട്. അങ്ങനെ എനിക്ക് സെക്കൻഡ് ലെയറിന്റെ ലൈനിങ്ങിന്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 58 ഇഞ്ചാണ്. അതിന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 58 × 3 എന്ന രീതിയിൽ 174 ഇഞ്ച് വന്നു. അതുപോലെ തന്നെ തേർഡ് ലെയറിന്റെ ലൈനിങ് തുണിയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തേർഡ് ലെയറിന്റെ ലൈനിങ് തുണി എന്ന് പറയുന്നത് സെക്കൻഡ് ലെയറിന്റെ ലൈനിങ്ങിന്റെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ 10 ഇഞ്ച് ആഡ് ചെയ്യാം. ഇവിടെ സെക്കൻഡ് ലെയറിന്റെ ലൈനിങ്ങിന്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 58 ഇഞ്ചാണ്. അതിലൂടെ 10 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 68 ഇഞ്ച് വന്നു. ഇങ്ങനെ വിഡ്ത്ത് വരും, ഇങ്ങനെ ലെങ്ത് വരും. വിഡ്ത്ത് ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്ന ഫ്രോക്കിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 29 ഇഞ്ചാണ്. അതിൽ യോക്ക് പാർട്ടിലേക്ക് 11 ഇഞ്ചും ബാക്കി ഉള്ള ഭാഗമാണ് ഞാൻ സ്കേർട്ട് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഫുൾ ലെങ്ത് 29 ഇഞ്ച്, യോക്ക് ലെങ്ത് ഇവിടെ 11 ഇഞ്ച്. അപ്പൊ സ്കേർട്ട് ലെങ്ത് കണ്ടുപിടിക്കുന്നത് ഫുൾ ലെങ്ത്തിൽ നിന്ന് നമ്മൾ യോക്ക് ലെങ്ത് കുറയ്ക്കണം. ഫുൾ ലെങ്ത്തിൽ നിന്ന് യോക്ക് ലെങ്ത് കുറയ്ക്കാം. 29 - 11 എന്ന രീതിയിൽ 18 ഇഞ്ച് വന്നു. ഞാനിവിടെ 3 ലെയർ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ 18 ഇഞ്ചിന് നമ്മൾ 3 ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഓരോ ലെയറിന്റെ നമുക്ക് ലെങ്ത് കിട്ടുന്നത്. നിങ്ങളിപ്പോ എത്ര ലെയർ ആണോ കൊടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. 5 ലെയർ ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ലെയർ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ 3 ലെയർ ആണ് കൊടുക്കുന്നത്. നമുക്ക് സ്കേർട്ടിന്റെ ലെങ്ത്തിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ലെയർ ഞാൻ ഈ എഴുതിയേക്കുന്നത് ഈ ഭാഗത്ത് എഴുതുന്നതൊക്കെ നല്ല തുണിയും ഈ ഭാഗത്ത് എഴുതുന്നത് ലൈനിങ്ങുമാണ്. ഞാനൊരു കോമ ഇട്ടാണ് ഓരോന്നും തിരിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ ലെങ്ത്തിന്റെ ഭാഗത്തും ഈ ഭാഗത്ത് എഴുതുന്നത് നല്ല തുണിയുടെയും ഈ ഭാഗത്ത് എഴുതുന്നത് ലൈനിങ്ങുമാണ്. അപ്പൊ ഞാനൊരു കോമ ഇട്ടാണ് ജസ്റ്റ് ഒന്ന് തിരിച്ചേക്കുന്നത് എന്ന് എല്ലാവരും ശ്രദ്ധിക്കാം. ലെയറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് നമുക്ക് സ്കേർട്ട് ലെങ്ത് എത്രയാണ് കിട്ടിയേക്കണേ അത് ഡിവൈഡ് ബൈ 3 ചെയ്യും. 3 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര ലെയർ ആണോ കൊടുക്കണം അതനുസരിച്ച് വേണം. ഇനി 3ന് വരെ നിങ്ങൾ 5 ലെയർ ആണോ കൊടുക്കണമെങ്കിൽ 18 ഡിവൈഡ് ബൈ 5 ചെയ്യുക. ഇനി 2 ലെയർ ഉള്ളെങ്കിൽ 18 ഡിവൈഡ് ബൈ 2 ചെയ്യുക. അത് എത്ര ലെയർ ആണ് നിങ്ങൾ കൊടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. ഞാൻ ഇവിടെ 3 ലെയർ ആയതുകൊണ്ട് ഫസ്റ്റ് ലെയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്കേർട്ട് ലെങ്ത് ഡിവൈഡ് ബൈ 3 ചെയ്യാം. അപ്പൊ 18 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 6 ഇഞ്ച് വരും. അങ്ങനെ എനിക്ക് ഞാൻ എടുക്കണ 3 ലെയറിന്റെ ഓരോന്നിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് 6 ഇഞ്ച് 6 ഇഞ്ച് എന്ന രീതിയിലാണ് എനിക്ക് 18 ഇഞ്ച് കിട്ടുന്നത്. ഈ 6 ഇഞ്ചിന്റെ കൂടെ 1/2 ഇഞ്ച് ഞാൻ സ്കേർട്ടും യോക്ക് പാർട്ടുമായിട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് വേണം. അതുപോലെ തന്നെ നല്ല തുണിയുടെ അടിവശം മടക്കി അടിക്കാനായിട്ട് എനിക്കൊരു 1/2 ഇഞ്ച് വേണം. അങ്ങനെ 6 + 1/2 + 1/2 എന്ന രീതിയിൽ എനിക്ക് 7 ഇഞ്ച് വന്നു. ഇതിന്റെ ലൈനിങ് നമ്മൾ കണ്ടുപിടിക്കണം. ലൈനിങ് കണ്ടുപിടിക്കണ വെച്ച് കഴിഞ്ഞാല് സ്കേർട്ടിന്റെ ലെങ്ത് എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ലൈനിങ്ങിന്റെ ലെങ്ത് വരുന്നത്. ഇപ്പൊ സ്കേർട്ടിന് ഇപ്പൊ 6 ഇഞ്ചാണ് ലെങ്ത് എങ്കിൽ ലൈനിങ്ങിന് 3 ഇഞ്ച് ആയിരിക്കും. സ്കേർട്ടിന് ഇപ്പൊ 4 ഇഞ്ചാണ് ലെങ്ത് എങ്കിൽ ലൈനിങ്ങിന് 2 ഇഞ്ച് ആയിരിക്കും. എപ്പോഴും നമ്മൾ എടുക്കുന്ന സ്കേർട്ടിന്റെ ഓരോ ലെയറിന് എത്രയാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിന്റെ നേർ പകുതി ആയിരിക്കും ലൈനിങ് വരാം. ഇവിടെ സ്കേർട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 6 ഇഞ്ചാണ്. ഇവിടെ 7 ഇഞ്ച് കിട്ടിയേക്കുന്നത് നമ്മള് യോക്ക് പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും അടിവശം മടിക്കടയ്ക്കാനുള്ള 1/2 ഇഞ്ച് എന്ന രീതിയിലാണ് നമുക്കിവിടെ 6 + 1 എന്ന രീതിയിൽ 7 കിട്ടിയേക്കുന്നത്. അല്ലാണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്കേർട്ടിന്റെ ലെങ്ത് 18 ആണ്. 18 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് ഓരോ ലെയറിനും നമുക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ലൈനിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ 6 ഡിവൈഡ് ബൈ 2 ചെയ്യും. ഈ 6 എന്ന് പറയുന്നത് 18/3 ആണ്. അത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 3 ഇഞ്ച്. അപ്പൊ 3 ഇഞ്ചാണ് നമ്മുടെ ലൈനിങ്ങിന്റെ ലെങ്ത്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് യോക്ക് പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും പിന്നത്തെ 1/2 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ്ങിലാണ് നമ്മൾ സെക്കൻഡ് ലെയർ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ അത് കൂട്ടി സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച്. അങ്ങനെ 3 + 1/2 + 1/2 എന്ന രീതിയിലാണ് നമുക്ക് 4 ഇഞ്ച് നമ്മുടെ ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണി നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് ലെയറിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കും. സെക്കൻഡ് ലെയറിന്റെ നല്ല തുണിയുടെ ലെങ്ത് കണ്ടുപിടിക്കാണ്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് ലെയർ നമുക്ക് എത്രയാണ് കിട്ടിയത് തയ്യൽ തുമ്പ് അടക്കം നമുക്ക് ഫസ്റ്റ് ലെയർ എത്രയാണോ കിട്ടിയേക്കുന്നത് അതിന്റെ കൂടെ 6 ഡിവൈഡ് ബൈ 2 ചെയ്യും. അതായത് നമുക്ക് ഒരു ലെയറിന്റെ ലെങ്ത് എത്രയാണോ അത് ഡിവൈഡ് ബൈ 2 ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് ലെയറിന്റെ തയ്യൽ തുമ്പ് അടക്കമുള്ളത് നമുക്ക് കിട്ടുന്നത് 7 ഇഞ്ചാണ്. അതിന് നമുക്ക് ഓരോ ലെയറിന്റെയും ലെങ്ത് എത്രയാണോ അത് ഡിവൈഡ് ബൈ 2 ചെയ്യും. 6/2 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടുന്നത്. അങ്ങനെ 7 + 3 എന്ന രീതിയിൽ 10 ഇഞ്ച് വരും. തയ്യൽ തുമ്പ് അടക്കം നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ 7 ഇഞ്ച് എടുത്തു. സെക്കൻഡ് ലെയർ നമ്മൾ തയ്യൽ തുമ്പ് അടക്കം നമ്മൾ എടുക്കുന്നത് 10 ഇഞ്ചാണ്. അത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫസ്റ്റ് ലെയറിന്റെ നല്ല തുണിയുടെ ഉള്ളിലേക്ക് നമ്മൾ സെക്കൻഡ് ലെയറിന്റെ നല്ല തുണി കുറച്ച് കയറും. അതായത് സെക്കൻഡ് ലെയറിന്റെ ഈ 3 ഇഞ്ച് നമ്മുടെ ഫസ്റ്റ് ലെയറിന്റെ ഉള്ളിലേക്ക് കയറി പോകും. അതായത് ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ്ങിലാണ് നമ്മൾ സെക്കൻഡ് ലെയർ അറ്റാച്ച് ചെയ്യുന്നത്. അറ്റാച്ച് ചെയ്യുമ്പോൾ സെക്കൻഡ് ലെയറിന്റെ സെക്കൻഡ് ലെയറിൽ വരുന്ന ഈ 3 ഇഞ്ച് ഫസ്റ്റ് ലെയറിന്റെ അടിഭാഗത്തായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു 3 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ ലെയറിന്റെ ലെങ്ത്തിൽ വേരിയേഷൻ വരും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ കയറി നോക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പൊ സെക്കൻഡ് ലെയറിന്റെ ലെങ്ത് നല്ല തുണിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയറിന്റെ തയ്യൽ തുമ്പ് അടക്കമുള്ള ലെങ്ത്തിന്റെ കൂടെ നമ്മളുടെ ഓരോ ലെയറിൽ നമ്മൾ എത്രയാണ് എടുത്തേക്കണേ ആ ലെയർ ഡിവൈഡ് ബൈ 2 ചെയ്യാം. ഞാനിപ്പോ ഓരോ ലെയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് 6 ഇഞ്ചാണ്. 6 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എനിക്ക് 3 കിട്ടി. അങ്ങനെ 7 + 3 എന്ന രീതിയിൽ 10 ഇഞ്ച് കിട്ടി. ഞാൻ ഒന്നും കൂടി പറയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഈ ഫസ്റ്റ് ലെയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 6 ഇഞ്ച് കിട്ടി. ഇനി ഇതിന്റെ ലൈനിങ് തുണി വരുന്നത് ഇവിടത്തോളം വരെ മാത്രമേ ഇതിന്റെ ലൈനിങ് തുണി വരുള്ളൂ. അപ്പൊ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 6 ഇഞ്ചാണ്. പക്ഷെ അതിന്റെ ലൈനിങ് തുണി എന്ന് പറയുന്നത് 6/2 എന്ന രീതിയിൽ 3 ഇഞ്ചേ വരുള്ളൂ. ബാക്കി 6/2 ഈ 3 ഇഞ്ച് ഇവിടെ ബാലൻസ് നിൽക്കാണ്. ഇവിടെ നമ്മള് എടുക്കുന്നില്ല. ഇപ്പൊ ഫസ്റ്റ് ലെയർ വരുന്നത് ഇത്ര മാത്രമാണ്. ഇവിടുന്ന് ഇവിടത്തോളം വരെ മാത്രമാണ് ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണി വരുന്നത്. സെക്കൻഡ് ലെയറിന്റെ ലൈനിങ് തുണി എന്ന് പറയുന്നത് ഈ ബാലൻസ് ഒരു 3 ഇഞ്ച് വന്നിട്ടില്ലേ,
അതായത് ഇവിടെ ലൈനിങ് തുണി ഇല്ലല്ലോ. നല്ല തുണി എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്, ലൈനിങ് തുണി നമ്മൾ 3 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ തയ്യൽ തുമ്പ് എക്സ്ട്രാ വരും കേട്ടോ. അതിന്റെ കാര്യം ഇപ്പം പറയണില്ല. തയ്യൽ തുമ്പ് വന്നിട്ടാണ് ഈ 3 എന്നുള്ളത് 4 ആയത്, 6 എന്നുള്ളത് 7 ആയത്. അപ്പൊ ഈ മൊത്തം ലെങ്ത് 6 ഇഞ്ച് എന്നുള്ളതില് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇഞ്ച് ലൈനിങ് തുണി വന്നു. ബാക്കി 3 ഇഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആ ബാലൻസ് വരുന്ന 3 ഇഞ്ചാണ് നമ്മളെ സെക്കൻഡ് ലെയറിലേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ആ ബാലൻസ് വരുന്ന 6/2 ആ 3 ഇഞ്ചാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന 3 ഇഞ്ച്. ഇനി സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞ് ഈ 6/2 എന്ന് കാണിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ആ സെക്കൻഡ് ലെയർ നമ്മൾ ഇവിടുന്ന് ഇവിടത്തോളം വരെയുള്ളതാണ് 6 ഇഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതുമ്മ ഈ ഫസ്റ്റ് ലെയറും അറ്റാച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ലെയർഡ് സ്കേർട്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ്ങിലാണ് നമ്മളത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി ഇവിടെ വന്ന് ഈ ബാലൻസ് ഈ 3 ഇഞ്ചിലെ ആ 3 ഇഞ്ചും അതുപോലെ തന്നെ ഈ സെക്കൻഡ് ലെയറിന്റെ 3 ഇഞ്ചാണ് ഇവിടെ 3 ഇഞ്ച് വരുന്നത്. എങ്ങനെയാണ് സെക്കൻഡ് ലെയർ നമുക്ക് വരുന്നത് ഓരോന്നും വരുന്നത് ഓരോ ലെയറും നമുക്ക് 6 ഇഞ്ചാണ് കിട്ടുന്നത്. അതിന്റെ നേർ പകുതി എത്രയാണോ അതാണ് സെക്കൻഡ് ലെയറിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ 6/2 എന്ന രീതിയിൽ സെക്കൻഡ് ലെയറിന് നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ സെക്കൻഡ് ലെയറിന് ഒരു 3 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ലൈനിങ്ങിന് കുറച്ച് നീളം വേണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഫസ്റ്റ് ലെയറിന്റെ ബാലൻസ് വരുന്ന ആ 3 ഇഞ്ചും സെക്കൻഡ് ലെയറിന്റെ 3 ഇഞ്ച് എന്ന രീതിയിൽ 3+3 എന്ന രീതിയിൽ നമ്മളിവിടെ 6 ഇഞ്ച് എടുത്തു. അതിലൂടെ തയ്യൽ തുമ്പ്, അതായത് ഈ ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും അതുപോലെ തേർഡ് ലെയർ വരുമ്പോൾ അതിന്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് എന്ന രീതിയിൽ ആഡ് ചെയ്തിട്ട് 3+3+1 എന്ന രീതിയിൽ നമുക്ക് 7 ഇഞ്ച് വരും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്കൻഡ് ലെയറിന്റെ നല്ല തുണിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയർ നമുക്ക് എത്രയാണ്, ഇവിടെ ഫസ്റ്റ് ലെയറിന്റെ നല്ല തുണിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. തയ്യൽ തുമ്പ് അടക്കം നമുക്ക് വരുന്നത് 7 ഇഞ്ചാണ്. അതിന്റെ കൂടെ അതായത് ഓരോ ലെയർ എന്ന് പറയുന്നതും നമുക്ക് 6 ഇഞ്ച് അല്ലേ. അതിലൂടെ തയ്യൽ തുമ്പ് അടക്കാണ് നമുക്ക് 7 ഇഞ്ച് വരുന്നത് അല്ലേ. അപ്പൊ സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടത്തോളം വരെയുള്ളതാണ് സെക്കൻഡ് ലെയർ. ഈ സെക്കൻഡ് ലെയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, തയ്യൽ തുമ്പ് അടക്കം 7 ഇഞ്ച് വന്നു. പക്ഷെ ഈ സെക്കൻഡ് ലെയറിനെ നമ്മള് ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ്ങിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇപ്പൊ ലൈനിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെയർ ലൈനിങ് നമ്മൾ 3 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. ബാക്കി ഒരു 3 ഇഞ്ചോട് ബാലൻസ് വരുന്നില്ലേ, ആ 3 ഇഞ്ചും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മള് സെക്കൻഡ് ലെയറിന്റെ നല്ല തുണി നമ്മൾ 7+3 എന്ന രീതിയിൽ 10 ഇഞ്ച് എടുക്കുന്നു. എന്നാൽ മാത്രമാണ് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഞാൻ കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഈ ഫസ്റ്റ് ലെയർ ഇതിന്റെ ലൈനിങ്. ഫസ്റ്റ് ലെയറിന് ഇത്രയും നീളം ഉണ്ടെങ്കിൽ ലൈനിങ് എടുത്തേക്കുന്നത് അതിന്റെ നേർപകുതിയാണ്. ഈ ലൈനിങ്ങിലേക്ക് ഇവിടത്തോളം വരെ നീളം വരുന്നുണ്ടല്ലോ, ഇത് നല്ല തുണിയുടെ നീളം. പക്ഷെ ഈ സെക്കൻഡ് ലെയർ അറ്റാച്ച് ചെയ്തേക്കുന്നത് എവിടെയാണ്, ഈ ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ്ങിലേക്ക്. ബാക്കി ഇത്ര ബാലൻസ് വരുന്നുണ്ട്, കൂടുതൽ വരുന്നുണ്ട്. 6 ഇഞ്ചിനേക്കാളും കൂടുതൽ ഒരു 3 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ലെയറിന് നമ്മൾ ലെങ്ത് എടുത്തേക്കുന്നത്. എന്നാൽ മാത്രമാണ് സെക്കൻഡ് ലെയർ നമ്മൾ ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ സെക്കൻഡ് ലെയർ എടുക്കുകയാണെങ്കിലോ സെക്കൻഡ് ലെയറിന്റെ നേർ പകുതിയായിരിക്കും അതിന്റെ ലൈനിങ് ഉണ്ടാവുക. ആ ലൈനിങ്ങിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, തേർഡ് ലെയറിന്റെ കൂടെ ഇവിടുത്തെ ബാലൻസ് വരുന്ന 3 ഇഞ്ചും കൂടി ആഡ് ചെയ്താലാണ് ഇതിങ്ങനെ കവർ ചെയ്യുമ്പോൾ വരുന്ന ഈ 3 ഇഞ്ച് നമുക്കിവിടെ ഇറക്കത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇത്രയും പറഞ്ഞെങ്കിൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ടിങ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അല്ലാണ്ട് ഇതിങ്ങനെ കണ്ടിട്ട് വലിയ കൺഫ്യൂഷൻ ആണ്, വലിയ ബുദ്ധിമുട്ടാണെന്ന് ആരും ചിന്തിക്കരുത്. ഇനി അടുത്ത തേർഡ് ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ തയ്യൽ തുമ്പ് അടക്കം നമുക്ക് എത്രയാണ് 7 ഇഞ്ച് കിട്ടിയത്. അതായത് നമുക്ക് ഒരു ലെയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്, തയ്യൽ തുമ്പ് അടക്കമാണ് നമുക്ക് 7 ഇഞ്ച് വരുന്നത്. അതിന്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി സെക്കൻഡ് ലെയറിലേക്ക് നമ്മളിവിടെ ബാലൻസ് ഒരു 3 ഇഞ്ച് വരണില്ലേ, ആ 3 ഇഞ്ചും കൂടി ആഡ് ചെയ്യാം. അപ്പൊ 7+3 എന്ന രീതിയിൽ 10 ഇഞ്ച് വരും. അങ്ങനെ നമ്മൾ നല്ല തുണി എടുത്തു. ഇനി ലൈനിങ് തുണി എടുക്കുകയാണെങ്കിൽ ഇവിടെ സെക്കൻഡ് ലെയറിന്റെ ബാലൻസ് വരണ ഇവിടെ 3 ഇഞ്ച് വരുന്നുണ്ടല്ലോ, ആ 3 ഇഞ്ചും അതോടൊപ്പം തന്നെ
നമ്മുടെ ഇതിപ്പോ ലാസ്റ്റത്തെ ലെയർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ 3 ഇഞ്ചിന് പകരം ഞാനിവിടെ ഒരു 4 ഇഞ്ച് എടുക്കുകയാണ്. കാരണം എപ്പോഴും നമ്മളൊരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമ്മുടെ നല്ല തുണിയേക്കാളും 2 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചെങ്കിലും കയറി വേണം ലൈനിങ് തുണി നിൽക്കാനായിട്ട്, അറിയാലോ. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് വരുന്നത്. അതിന് ഒരു 2 ഇഞ്ചും കൂടി കുറച്ച് ഞാനിവിടെ 4 ഇഞ്ച് എന്ന രീതിയിലാണ് ഞാൻ ഇതിന്റെ തേർഡ് ലെയറിന്റെ ലൈനിങ് തുണി എടുക്കുന്നത്. കാരണം ഇത് ലാസ്റ്റ് ലെയർ ആണ്. നിങ്ങളിപ്പോ ഒരു 5 ലെയറുള്ള ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തേർഡ് ലെയറിന്റെ ഒപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇവിടെ 6/2 ചെയ്യാം. ഇപ്പൊ സെക്കൻഡ് ലെയർ നമുക്ക് ഇവിടെ 6/2 കിട്ടി, ഇപ്പൊ 3 വന്നു. തേർഡ് ലെയർ എന്ന് പറയുമ്പോൾ 6/2 എന്ന രീതിയിൽ 3 ഇഞ്ചിന് വന്നു. അപ്പൊ 3+3 എന്ന രീതിയിൽ 6 വന്നു. അതിൻ്റെ കൂടെ സെക്കൻഡ് ലെയർ അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും ഫോർത്ത് ലെയർ അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് എന്ന രീതിയിൽ വരുമ്പോൾ 1 ഇഞ്ച് വരും. 3+3+1 എന്ന രീതിയിൽ 7 ഇഞ്ചിന് വരും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സെക്കൻഡ് ലെയർ നിങ്ങൾക്ക് 7 ഇഞ്ചിന് വന്നു, തേർഡ് ലെയർ 7 ഇഞ്ചിന് വരും. ഇനി ഫോർത്ത് ലെയർ എടുക്കുകയാണെങ്കിൽ ഫോർത്ത് ലെയറും 7 ഇഞ്ച് തന്നെയാണ്. ഫിഫ്ത്ത് ലെയറിലേക്ക് വരുമ്പോഴാണ്, അത് നിങ്ങൾ ലാസ്റ്റത്തെ 5th ലെയർ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ 3 ഇഞ്ചിന് പകരം, ഇത് ഇവിടെ എടുക്കണമെങ്കിൽ 3 ഇഞ്ചിന് പകരം നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ എടുത്തേക്കണ നല്ല തുണിയുടെ ലെങ്തിനേക്കാളും ലാസ്റ്റ് ലെയറിന്റെ നല്ല തുണിയുടെ ലെങ്തിനേക്കാളും 2 ഇഞ്ച് കുറയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 6 ഇഞ്ചാണ് നിങ്ങൾക്ക് എടുത്തേക്കണേ എന്നുണ്ടെങ്കിൽ 6ന്ന് 2 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 4 വന്നു. അതിൻ്റെ കൂടെ ഈ തേർഡ് ലെയർ, അത് ഏത് ലെയർ ആണോ തൊട്ട് മുൻപ് ഉള്ളത് ആ ലെയറിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും ആദ്യം മടക്കി അടിക്കാനുള്ള 1 ഇഞ്ച് എന്ന രീതിയിൽ 3+4+1 8 എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ 6ന്റെ കൂടെ 2 കുറയ്ക്കണം നിർബന്ധമില്ല. നിങ്ങൾ എടുക്കണ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 2 കുറച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആ ലെങ്ത് /2 ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ സ്കേർട്ടിന്റെ നല്ല തുണിയും അതുപോലെ തന്നെ ലൈനിങ് തുണിയുടെയും എടുക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാ. ഞാൻ സാവകാശം ഇതിന്റെ വേറെ വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാട്ടി തരുന്നതായിരിക്കും. പക്ഷെ അതിന് മുൻപ് നിങ്ങൾ അതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണണം. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ ക്ലിയർ ആകും. എന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം, ഞാൻ അതനുസരിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. ഇനി നമുക്ക് ഈ ഓരോ ലെയറും നമ്മൾ പ്ലീറ്റ് ഇട്ടാണ് നമ്മൾ ചുരുക്കുന്നത്. നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ ആ വേസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ ഓരോ ലെയറും നമ്മൾ ചുരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. ഈ 24 ഇഞ്ചിലേക്ക് വേണം നമ്മൾ ഈ പ്ലീറ്റ്സിനെ ഒക്കെ, ഈ തുണിയെ നമ്മൾ ചുരുക്കി എടുക്കാനായിട്ട്. അപ്പൊ അതിനു വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വഴി ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് എടുത്ത് അറേഞ്ച് ചെയ്താലും മതി. പ്ലീറ്റ്സിന്റെ സൈസ് ഈക്വൽ ആകണം. നമ്മൾ ഈ പട്ടുപാവടയൊക്കെ പ്ലീറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മോഡൽ ഇതാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. നമുക്ക് ഫസ്റ്റ് ലെയർ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത് വേസ്റ്റ് റൗണ്ടിന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 72 ഇഞ്ചാണ്. അതിന് നമ്മൾ 5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ 77 ഇഞ്ച് എടുത്തേക്കുന്നത്. ആ 77ന് ഞാൻ 5 ഇഞ്ച് ആഡ് ചെയ്തത് ഞാൻ കുറയ്ക്കുമ്പോൾ എനിക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് 72 ആണ്. അതായത് വേസ്റ്റ് റൗണ്ടിന്റെ 3 ഇരട്ടിയാണ് എനിക്കിവിടെ 72 കിട്ടിയേക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതുന്നത്. അപ്പൊ നമുക്ക് എക്സ്ട്രാ ഫാബ്രിക് അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലോത്ത് വരുന്ന എന്തോരാണ്? വേസ്റ്റ് റൗണ്ട് 24 ആണ്. നമുക്ക് ഫസ്റ്റ് ലെയറിലേക്ക് നമ്മൾ അതിന്റെ 3 ഇരട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ വേസ്റ്റ് റൗണ്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ക്ലോത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ ഫാബ്രിക് വരുന്നത് എത്രയാണ്? 72ൽ നിന്ന് ഞാൻ 24 കുറച്ചപ്പോ 48 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം വേസ്റ്റ് റൗണ്ടിന്റെ 3 ഇരട്ടിയിൽ വന്നാണ്. വേസ്റ്റ് റൗണ്ട് 24 ആണ്, അതിന്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 72 ആണ്. ഇപ്പൊ 72ന് 24 കുറച്ചപ്പോ എനിക്ക് 48 ഇഞ്ച് കിട്ടി. അതാണ് എക്സ്ട്രാ ഫാബ്രിക്. എനിക്ക് 48 ഇഞ്ച് കിട്ടി. ഇനി അത് ഓരോ പ്ലീറ്റിന്റെ സൈസ് നോക്കണം. ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടാണല്ലോ പിടിക്കുന്നത്. ഓരോ പ്ലീറ്റിന്റെ സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാന്ന് വെച്ചാല് എക്സ്ട്രാ ഫാബ്രിക്, ഞാൻ ഇവിടെ എക്സ്ട്രാ ഫാബ്രിക് എടുത്തത് 48 ആണ്. അതേ ഡിവൈഡ് ബൈ വേസ്റ്റ് റൗണ്ട്. ഞാൻ ഇവിടെ കിട്ടിയേക്കുന്നത് 48. അതിന് എനിക്ക് ബോർഡിൽ നിന്ന് അളവെടുത്ത പ്രകാരം വേസ്റ്റ് റൗണ്ട് 24 ആണ്. അപ്പൊ 48 ഡിവൈഡ് ബൈ 24 എന്ന രീതിയിൽ ചെയ്തപ്പോ എനിക്ക് 2 ഇഞ്ച് വന്നു.
അപ്പൊ ഒരു പ്ലീറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് എനിക്ക് വരുന്നത് എന്താണ്, 2 ഇഞ്ചാണ്. അപ്പൊ പ്ലീറ്റ് ഇടുന്ന എങ്ങനെയാണ്, ഇങ്ങനെയല്ലേ വരണേ, അതായത് ഇങ്ങോട്ട് 1 ഇഞ്ച് വരും, ഇങ്ങോട്ട് 1 ഇഞ്ച് വരും. അങ്ങനെയാണ് എനിക്ക് ഒരു പ്ലീറ്റിന്റെ സൈസ് എനിക്ക് 2 ഇഞ്ച് വന്നിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനെ ഈ 2 ഇഞ്ചുള്ള പ്ലീറ്റ് ഞാൻ എത്ര ഇട്ടാലാണ് എനിക്ക് വേസ്റ്റ് റൗണ്ട് 24 കിട്ടുക എന്നറിയണ്ടേ, കിട്ടാന്ന് എനിക്ക് അറിയണ്ട. അങ്ങനെ ഞാൻ എത്ര പ്ലീറ്റ്സ് ഇടണം എന്നുള്ളതാണ് അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഫാബ്രിക് ഡിവൈഡ് ബൈ സൈസ് ഓഫ് 1 പ്ലീറ്റ്. എനിക്ക് കൂടുതൽ തുണി എത്രയാണോ അതിൽ നിന്ന് ഡിവൈഡ് ബൈ എനിക്ക് ഇവിടെ ഒരു പ്ലീറ്റിന്റെ സൈസ് എത്രയാണോ കിട്ടിയേക്കണേ അതെടുക്കാം. ഇവിടെ എക്സ്ട്രാ ഫാബ്രിക് എന്ന് പറയുന്നത് 48 ഇഞ്ചാണ്. അത് ഡിവൈഡ് ബൈ എനിക്ക് ഒരു പ്ലീറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. 2 ചെയ്തപ്പോ എനിക്ക് 24 കിട്ടി. അപ്പൊ 24 പ്ലീറ്റുകൾ ഇട്ടാലാണ് ഈ 72 ഇഞ്ച് നീളമുള്ള തുണിയെ 24 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിലേക്ക് ആക്കണമെങ്കിൽ എനിക്ക് 24 പ്ലീറ്റുകൾ ഇടണം. ആ പ്ലീറ്റിന്റെ സൈസ് എത്രയാണ്, 2 ഇഞ്ചാണ് സൈസ് വരുന്നത്. ഞാൻ അത് എന്തോരം ഗ്യാപ്പിൽ വേണം ഇടണം എന്ന് നമുക്ക് നോക്കണ്ടേ. അതിന്റെ പ്ലീറ്റ് ഗ്യാപ്പ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതേ ഡിവൈഡ് ബൈ പ്ലീറ്റ് നമ്പർ ഓഫ് പ്ലീറ്റ്സ് ചെയ്യാം. ഇവിടെ വേസ്റ്റ് റൗണ്ട് കിട്ടിയത് 24 ആണ്. 24 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത് 24 തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 24/24 എന്ന രീതിയിൽ 1 ഇഞ്ച് വന്നു. അതായത് നമ്മുടെ പ്ലീറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. അതായത് ഇങ്ങനെ പോവും, ഇങ്ങനെ വരും, ഉള്ളിലേക്ക് 1 ഇഞ്ച് പോയി പുറത്തേക്ക് 1 ഇഞ്ച് വന്നു. അതായത് ഇങ്ങനെ പോയി എന്നിട്ട് അടുത്തത് എടുക്കേണ്ട ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് 1 ഇഞ്ചാണ്. 1 ഇഞ്ച് ഗ്യാപ്പ്, വീണ്ടും ഉള്ളിലേക്ക് പോയി പുറത്തേക്ക് വന്നു, വീണ്ടും 1 ഇഞ്ച് ഗ്യാപ്പ്, വീണ്ടും ഉള്ളിലേക്ക് പോയി പുറത്തേക്ക് വന്നു. ഈ ഉള്ളിലേക്കും പുറത്തേക്കും വരുന്നത് നമ്മളോട് 2 ഇഞ്ച് കിട്ടിയേക്കണ കാരണം 1 ഇഞ്ച് ഉള്ളിലേക്ക് പോകും, 1 ഇഞ്ച് പുറത്തേക്ക് വന്ന് ഗ്യാപ്പ് 1 ഇഞ്ച്, 1 ഇഞ്ച് ഉള്ളിലേക്ക് പോയി 1 ഇഞ്ച് പുറത്തേക്ക് വന്ന് ഗ്യാപ്പ് 1 ഇഞ്ച്. ഇനി നിങ്ങൾക്ക് ഇവിടെ 2ന് പകരം നിങ്ങൾക്ക് ഒരു 3 ഇഞ്ചാണ് കിട്ടിയേക്കണെങ്കിൽ ഉള്ളിലേക്ക് പോകുന്നത് 1.5 ഇഞ്ചും പുറത്തേക്ക് വരുന്നത് 1.5 ഇഞ്ചും വേണം. ഗ്യാപ്പ് 1 ഇഞ്ച് കൊടുക്കുക. വീണ്ടും ഉള്ളിലേക്ക് 1.5 ഇഞ്ച് ഇട്ടേക്കുന്നത് ഇവിടെ 3 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് 1.5 ഇഞ്ച് വരും, പുറത്തേക്ക് 1.5 ഇഞ്ച് വരും. ഇവിടുത്തെ ഗ്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യണ എങ്ങനെയാണ്, ഇപ്പൊ 48 ഇഞ്ച് ആണെങ്കിൽ 48 ഡിവൈഡ് ബൈ 3 ആണെങ്കിൽ 3 ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ കിട്ടണം നോക്കുക. അപ്പൊ അത്രയും നമ്പർ ഓഫ് പ്ലീറ്റ്സ് ആയിരിക്കും നിങ്ങളിവിടെ കൊടുക്കുക. അതിന്റെ ഗ്യാപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വേസ്റ്റ് റൗണ്ട് 24 ആണ്. 24 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ഡിവൈഡ് ബൈ 3 ചെയ്തപ്പോ എത്ര കിട്ടിയോ ആ ഇതിന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മൾ ഇവിടെ പ്ലീറ്റ് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വിധം. ഫ്രോക്ക് 0 to 1 12 ഇഞ്ച്, ഞാൻ 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 0 to 2 ഷോൾഡർ നമുക്ക് 5 ഇഞ്ച്. നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ തുണി എന്തോരം വേണമെന്ന് വെച്ചാൽ 3 to 4 നമുക്ക് വരുന്നത് നമുക്ക് ഫ്രണ്ടിലേക്ക് 7.25 ബാക്കിലേക്ക് 8.5 ഇഞ്ചാണ് നമുക്ക് ആവശ്യം. 7.25 എന്ന രീതിയിൽ 14.5 ഇഞ്ച് വേണം. ബാക്കിലേക്ക് നമുക്ക് വേണ്ടത് 8.25 എന്ന രീതിയിൽ 16 ഇഞ്ചും ബാക്കിലേക്ക് വേണം. അപ്പൊ ഞാനിപ്പോ ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാണ്. ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് 7.25 എന്ന രീതിയിൽ 14.5 വേണം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 14 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പൊ ഞാൻ ഇവിടുത്തെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണ്. ഫ്രണ്ടിലേക്കുള്ള 14.5 ഇഞ്ച് ഞാൻ കട്ട് ചെയ്തു. ബാക്കിലേക്ക് എനിക്ക് ആവശ്യം 8.25 എന്ന രീതിയിൽ 16 ഇഞ്ചാണ് എനിക്ക് ബാക്കിലേക്ക് ആവശ്യം. ഞാൻ ഇതിന്ന് 16 ഇഞ്ച് ഞാൻ ബാക്കിലേക്ക് എടുക്കാണ്. 16 ഇഞ്ച് ഞാൻ ബാക്കിലേക്ക് എടുത്തു. അങ്ങനെ ബാക്കിലേക്കുള്ളത് മാറ്റി. ബാക്ക് പാർട്ടിൽ ബാക്കിലേക്ക് നമ്മൾ നോർമൽ സിബാണ് വെക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അതിന് വേണ്ടി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ 1 ഇഞ്ച് വിട്ടിട്ടാണ് ഞാനിപ്പോ ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഞാനിപ്പോ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഞാനിപ്പോ സെന്റർ എന്ന രീതിയിൽ എടുക്കാണ്. ഇതിപ്പോ ബാക്ക് പാർട്ടാണ്. അതുകൊണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം സെന്റർ എന്ന രീതിയിൽ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. കാരണം 1 ഇഞ്ചാണ് നമ്മൾ സിബിന് വേണ്ടി നമ്മളിപ്പോ പറഞ്ഞേക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ നോർമൽ സിബ് എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. 1 ഇഞ്ച് ഞാനിപ്പോ അടയാളപ്പെടുത്തി. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ട്
ഇതിപ്പോ ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ടിനെ ഞാനിപ്പോ രണ്ടാക്കി ഇങ്ങനെ മടക്കി, കണ്ടില്ലേ? മടക്കി കഴിയുമ്പോ ഒരു ഭാഗത്ത് നമുക്ക് എത്ര കിട്ടും? 7.25. ഇപ്പുറത്തെ ഭാഗത്ത് 7.25. 7.25 എന്ന രീതിയിലാണ് നമുക്ക് 14.5 ഇഞ്ച് കിട്ടിയത്. ക്ലിയർ ആയില്ലേ? ഈ 7.25 ഈ ഫ്രണ്ട് പാർട്ടിന്റെ സെന്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഫോൾഡ് ചെയ്ത ഭാഗം, മടക്കിയ ഭാഗമാണ്. ആ ഭാഗം നമ്മളിപ്പോ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലേ, അവിടേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത്, അപ്പം 0 to 1 അടയാളപ്പെടുത്തി. ഇനി 0 to 2 ഷോൾഡർ. ഞാൻ ഇത് സ്ലീവ്ലെസ് ആണ് തയ്ക്കുന്നത്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും അടയാളപ്പെടുത്തുന്നില്ല. ഞാൻ ഈ 10/2 5 എന്ന രീതിയിൽ കിട്ടിയേക്കുന്നത് തന്നെ ഞാനിവിടെ അടയാളപ്പെടുത്താണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഞാൻ താഴ്ഭാഗത്തേക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്കും 5 ഇഞ്ച് തന്നെയാണ് ഞാനിപ്പോ അടയാളപ്പെടുത്തുന്നത്. ഇവിടേക്കും 5 ഇഞ്ച് ഞാനിപ്പോ അടയാളപ്പെടുത്തി. എന്നിട്ട് ഞാനിപ്പോ ഇവിടെ നെക്ക് വെടുത്ത് വരുന്നത്, ഇതിപ്പോ മൊത്തത്തിൽ 5 ഇഞ്ചാണല്ലോ, ഞാനൊരു 3 ഇഞ്ച് എന്ന രീതിയിലാണ് നെക്ക് വെടുത്ത് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നില്ല. ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ ഷോൾഡർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 2 ബാക്ക് നെക്ക് ലെങ്ത്തും ഷോൾഡറും തമ്മിലുള്ള ആ റിലേഷൻ എന്താന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 4 ഞാൻ ഷോൾഡർ സ്ലോപ്പിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോ ഇതിലിപ്പോ ഷോൾഡർ സ്ലോപ്പ് ഒന്നും അടയാളപ്പെടുത്തുന്നില്ല. ഈ ഷോൾഡർ മുതല് ഇവിടത്തോളം വരെ ഞാനിപ്പോ 5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. അതിന്റെ നേർപ്പകുതി 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ ചെസ്റ്റ് റൗണ്ട് നമുക്ക് ഇവിടെ വരുന്നത് ബോഡിയിൽ നിന്ന് എടുത്തേക്കുന്ന അളവ് പ്രകാരം നമുക്ക് 5.25 ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് 5.25 അടയാളപ്പെടുത്തി. അവിടുന്ന് ലൂസ് ഞാൻ കൊടുത്തേക്കുന്നത് 1 ഇഞ്ചാണ്. അപ്പൊ 1 ഇഞ്ച് ലൂസ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ലൂസിലേക്ക് ഞാൻ ചെറിയൊരു കേർവാണ് വരയ്ക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്രഞ്ച് കേർവ് വെച്ച് വരയ്ക്കുക, അല്ലെങ്കിൽ കൈകൊണ്ടായാലും വരയ്ക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ ഈ പോയിന്റും ഈ കേർവും ഈ പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാനിത് വരയ്ക്കാണ്. ഇവിടെ നിന്ന് മേലേന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇതിങ്ങനെ ഞാനിങ്ങനെ വരച്ചെടുത്തു. ക്ലിയർ ആയില്ലേ? എന്നിട്ട് ഞാൻ ഇവിടെ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള 1/2 ഇഞ്ച് ഞാനിവിടെ വിട്ടു. എന്നിട്ട് ഞാൻ അളന്ന് നോക്കാം. എനിക്ക് ആം റൗണ്ട് വേണ്ടത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ അളന്ന് നോക്കുകയാണ്. ഇവിടത്തോളം വരെ, ഈ ലൂസ് വരെ. ഇതിപ്പോ 5.5 ഇഞ്ച് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തണില്ല. നിങ്ങൾക്ക് അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആം റൗണ്ട് അത് ഇവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വര മേലോട്ട് കയറ്റോ അല്ലെങ്കിൽ താഴോട്ട് ഇറക്കുകയോ ചെയ്യാം. ആം റൗണ്ട് അല്ലെങ്കിൽ ആം ഹോൾ മാർക്കിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 12 ഞാൻ ആം ഹോൾ മാർക്കിങ് ഇങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇനി അടുത്തത് നമുക്ക് 1 to 8 1 to 8 സെയിം തന്നെ, അതായത് 3 to 4 എത്രയാണോ കിട്ടിയത് അത്ര തന്നെയാണ് ഞാൻ ഇവിടെ 1 to 8 എടുക്കുന്നത്. 1 to 8 ഈ വേസ്റ്റ് റൗണ്ട് ഞാൻ 1 to 8 ഞാനിപ്പോ എത്രയാണോ ചെസ്റ്റ് റൗണ്ട് കിട്ടിയത് അത്രയും തന്നെ ഞാൻ എടുക്കാണ്. ഞാൻ 2 സൈഡിലും ഡോറ് വെക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ല. ഇല്ല, നിങ്ങൾക്ക് വേസ്റ്റ് റൗണ്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് ഡിവൈഡ് ബൈ 4 ചെയ്യാം. അപ്പൊ കിട്ടുന്ന ആൻസറിൽ നിന്ന് നിങ്ങളുടെ ലൂസ് നിങ്ങൾ എത്രയാണ് കൊടുത്തത്, ലൂസ് ഈ പറഞ്ഞ പോലെ 1/2 ഇഞ്ച് 3/4 ഇഞ്ച് 1 ഇഞ്ച് വരെ ലൂസ് കൊടുക്കാം. ലൂസ് എത്രയാണോ വെച്ചാൽ അത് കൊടുക്കുക. അതുകൊണ്ട് സീം അലവൻസ് കൊടുക്കാം. അപ്പൊ കിട്ടുന്ന ആൻസർ വേണം നമ്മൾ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താൻ. ഞാനിപ്പോ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അത്ര തന്നെ വേസ്റ്റ് റൗണ്ട് എന്ന രീതിയിലാണ് എടുക്കുകയാണ്. താഴെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചാണ് മേലോട്ട് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഞാൻ താഴെ ഭാഗം ഞാനിപ്പോ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ 1/2 ഇഞ്ച് ഞാൻ വരച്ചിട്ട് ഇതിന്റെ നമ്മൾ ഈ താഴ്ഭാഗം വേസ്റ്റ് റൗണ്ട് ഇല്ല, അതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചെരിച്ച് അടയാളപ്പെടുത്താണ്. ഇങ്ങനെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നെ താഴെ ഭാഗത്ത് നമ്മൾ സീം അലവൻസ് 1 ഇഞ്ച് ഉണ്ടല്ലോ, ആ 1 ഇഞ്ച് ഞാൻ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താണ്. ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾ തുണിയിലാണ് നെക്ക് അടയാളപ്പെടുത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഞാനിവിടെ നെക്ക് വെടുത്ത്
ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 3 ഇഞ്ചാണ്. നിങ്ങൾ തുണിയിൽ തന്നെയാണ് ചെയ്യണേ എന്നുണ്ടെങ്കിൽ 3 ഇഞ്ചിന് പകരം 2.25 ഇഞ്ച് എടുത്താലും മതി. ഞാനിപ്പോ നെക്ക് ഞാൻ പേപ്പർ ക്യാൻവാസിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാന്ന് മാത്രം. 3 ഇഞ്ച് നെക്ക് എടുത്ത് അടയാളപ്പെടുത്തി. ഫ്രണ്ട് നെക്ക് ലെങ്ത് എനിക്ക് ആവശ്യം 4 ഇഞ്ചാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തയ്യൽ തുമ്പടക്കാണ് 4 ഇഞ്ച്, ആ 4 ഇഞ്ച് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി. എന്നിട്ട് ദേ നമുക്ക് ഫ്രഞ്ച് കർവും ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഡിസൈൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് വെച്ച് നമുക്ക് വലിയ റൗണ്ട് നെക്ക് വേണമെങ്കിൽ വലിയ റൗണ്ട് നെക്ക് കൊടുക്കാം, ചെറുത് മതി ചെറുത് കൊടുക്കാം. ഞാനിപ്പോ ഈ ഒരു രീതിയിൽ ഞാനിങ്ങനെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഞാൻ പേപ്പർ ക്യാൻവാസിലാണ് കൊടുക്കുന്നത്, പക്ഷെ ഇത് കാട്ടിത്തരാണ്. ഈ ഒരു രീതിയിൽ ചെയ്യുന്നു. ഇനിയിപ്പോ ബാക്ക് പാർട്ടിലാണെന്നുണ്ടെങ്കിൽ നെക്ക് നമുക്ക് ബാക്ക് പാർട്ടി ചെയ്യാം, അത് ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ വരച്ച് കാട്ടിത്തരാണ്. ബാക്ക് പാർട്ടിലാണെങ്കിൽ ലെങ്ത് എത്ര എടുക്കുന്നത്? ലെങ്ത് എടുക്കുന്നത് 3.5 അത് ഈ പറഞ്ഞ പോലെ തന്നെ 3.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്താം. അത് ഇതുപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കാം. വരച്ചിട്ട് നമുക്ക് ബാക്ക് വേണമെങ്കിൽ സ്ക്വയർ നെക്ക് കൊടുക്കണമെങ്കിൽ സ്ക്വയർ നെക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ റൗണ്ട് മതിയെങ്കിൽ ഈ പറഞ്ഞ റൗണ്ട് കൊടുക്കാം. ഇത് ബാക്ക് പാർട്ടാണ്. ഇതിപ്പോ ബാക്ക് നെക്ക്, ഇത് ഫ്രണ്ട് നെക്ക്. ഞാനിപ്പോ ഇത് ജസ്റ്റ് വരച്ചെന്നുള്ളൂ, ഞാൻ ഇതിൽ കട്ട് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ആം ഹോളാണ്. ഞാൻ സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുഴിച്ച് വെട്ടുന്നില്ല. കുഴിച്ച് വെട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ മേലേന്ന് ഇങ്ങനെ ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ. പക്ഷെ ഞാൻ കുഴിച്ച് വെട്ടുന്നില്ല, അതുകൊണ്ട് ഞാനിതിപ്പോ ഇതിങ്ങനെ വരയ്ക്കുന്നില്ല, ജസ്റ്റ് കാട്ടി തന്നു മാത്രം. നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഞാൻ ഇതിൽ ചെയ്യുന്നില്ല. ഇവിടെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. അതുപോലെ ഇവിടെയാണല്ലോ നമ്മൾ ബാക്കിൽ സിബ് വെക്കുന്നത്, അത് ഇതേപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് 2 അറ്റവും പിടിച്ച് ഇതിങ്ങനെ ഇവിടെയും കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ കട്ട് ചെയ്തെടുത്തു. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഇത് വരുന്നത്. കണ്ടില്ലേ? ഇത് നമ്മുടെ ബാക്ക് പാർട്ട്. സെന്ററിൽ നമുക്ക് സിബ് വരും. ഇത് ബാക്ക് പാർട്ട്. ഇത് ക്ലിയർ ആയില്ലേ? ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്. കണ്ടില്ലേ? ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്, ഇത് നമ്മുടെ ബാക്ക് പാർട്ട്. ഇപ്പൊ ലൈനിങ് തുണിയാണ്, ഞാൻ നല്ല തുണിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാണ്. അങ്ങനെ ഞാനിത് കട്ട് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ നല്ല തുണി. നല്ല തുണിന്റെ മേലെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, സ്റ്റിച്ചിങ് ആദ്യമായിട്ടാണ് ചെയ്യണമെങ്കിൽ ഈ സൈഡുകളിലെല്ലാം ഞാനിപ്പോ കറക്റ്റ് ഷേപ്പിന് തന്നെയാണ് ഇപ്പൊ കട്ട് ചെയ്തേക്കുന്നത്. അതിന് പകരം നമ്മളിവിടെ കണ്ട ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടേക്കുന്നത്, അതുപോലെ ഈ സൈഡിലും എല്ലാവിടെയും 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ തുണി എടുത്ത് വേണം കട്ട് ചെയ്യാനായിട്ട്, ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും. ഇതിപ്പോ ഫ്രണ്ട് ആണ്, ഇതിപ്പോ ബാക്ക് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തുണിയും ലൈനിങ് തുണിയും, അതുപോലെ തന്നെ നല്ല തുണിയും ലൈനിങ് തുണി എന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി സ്കേർട്ട് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്യാം. സ്കേർട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, 3 ലെയർ ആയിട്ടാണല്ലോ ചെയ്യണേ. അപ്പൊ ഫസ്റ്റ് ലെയറിന്റെ ലെങ്ത്തും വിഡ്ത്തും വേണം എടുക്കാനായിട്ട്. ഫസ്റ്റ് ലെയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 77 ഇഞ്ചാണ്. ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഒരു പേപ്പറിൽ ഇപ്പൊ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് കാട്ടിത്തരാം. ഇതില് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 77 എന്ന രീതിയിൽ ഒരു ഉദ്ദേശം കൊണ്ട് ഞാനിപ്പോ അടയാളപ്പെടുത്താണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 77 ഇഞ്ച് ഞാനിപ്പോ അടയാളപ്പെടുത്തി. ഇതിപ്പോ 77 ഇഞ്ചാണെന്ന് വിചാരിക്കാം. 77 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിന്റെ വിഡ്ത്ത് എത്രയാന്ന് നോക്കാം. വിഡ്ത്ത് എത്ര വരണേ? 7 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 7 ഇഞ്ച് വിഡ്ത്ത് അടയാളപ്പെടുത്തി. അപ്പൊ ഇതെങ്ങനെ അടയാളപ്പെടുത്തും? ഇതിപ്പോ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. 77 ഇഞ്ച് നീളം, 7 ഇഞ്ച് വീതിയാണ്. ഇതെന്താണ്? ഫസ്റ്റ് ലെയർ ആണ്.
ഇത് ഫസ്റ്റ് ലെയർ നല്ല തുണി ആണ് ഇപ്പൊ അടയാളപ്പെടുത്തിയേക്കുന്നത്. സെക്കൻഡ് ലെയർ എത്ര വരണേ? സെക്കൻഡ് ലെയർ നമുക്ക് 144 ഇഞ്ചാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് 144 ഇഞ്ച് ഞാനിപ്പോ സെക്കൻഡ് ലെയർ ഇവിടെ നിങ്ങൾ അടയാളപ്പെടുത്തി. അതുപോലെ അതിന്റെ വിഡ്ത്ത് എത്രയാ വരണേ? അതിന്റെ വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അതിന്റെ വിഡ്ത്ത് 10 ഇഞ്ച് അടയാളപ്പെടുത്തി. അതും ഇതേപോലെ ഞാനിങ്ങനെ വരച്ചു. ഇപ്പം വരുന്നത് എത്രയാണ്? ഇതിന്റെ മൊത്തം വരുന്നത് 144 ഇഞ്ചും അതുപോലെ ലെങ്ത്തും 10 ഇഞ്ച് വിഡ്ത്തുമാണ് വരുന്നത്. ഇതെന്താണിത്? സെക്കൻഡ് ലെയർ ആണ്. ഇനി തേർഡ് ലെയർ ആണല്ലോ. തേർഡ് ലെയറിന് വിഡ്ത്ത് വരുന്നത് 174 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 174 ഇഞ്ച് അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ 10 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 10 ഇഞ്ച് വിഡ്ത്തും അടയാളപ്പെടുത്തി. ഇതെന്താണ്? ഇത് തേർഡ് ലെയർ ആണ്. തേർഡ് ലെയർ എത്രയാണ്? 174 ഇഞ്ച് ലെങ്ത്തും 10 ഇഞ്ച് വിഡ്ത്തും. ഇത് നല്ല തുണിയാണ് ഇപ്പൊ അടയാളപ്പെടുത്തിയേക്കുന്നത്. ഇനിയിപ്പോ ലൈനിങ് തുണി അടയാളപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ലൈനിങ് തുണി എത്ര വേണ്ട? 48 ഇഞ്ചാണ് ലൈനിങ് തുണി വരേണ്ടത്. 48 ഇഞ്ചാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതിപ്പോ ലൈനിങ് ആണ് സെപ്പറേറ്റ് ചെയ്ത് കാട്ടിത്തരാം. ഇതിപ്പോ ലൈനിങ് തുണിയാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഫസ്റ്റ് ലെയറിന് 48 ഇഞ്ചാണ് വേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 48 ഇഞ്ച് നീളം എടുത്തു. അതിന്റെ വീതി എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ഇത് 4 ഇഞ്ച് വീതിയും 48 ഇഞ്ച് നീളവുമാണ് ഫസ്റ്റ് ലെയറിന് ലൈനിങ്ങിന് വേണ്ടത്. സെക്കൻഡ് ലെയർ ആണെങ്കിൽ ലൈനിങ്ങിന് വേണ്ടത് നമുക്ക് 58 ഇഞ്ചാണ്. അത് ഞാൻ സെക്കൻഡ് ലെയർ ലൈനിങ് ഞാൻ 58 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിന്റെ വിഡ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് അടയാളപ്പെടുത്തി. ഉണ്ടാ? ഇതിപ്പോ സെക്കൻഡ് ലെയർ ആണ്. സെക്കൻഡ് ലെയർ വരുന്നത് മൊത്തം 58 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയാണ് വന്നത്. തേർഡ് ലെയർ ആണെങ്കിലോ തേർഡ് ലെയർ എനിക്ക് വരുന്നത് 68 ഇഞ്ചാണ് തേർഡ് ലെയറിന് ആവശ്യം. ഞാൻ തേർഡ് ലെയർ 68 ഇഞ്ച് തേർഡ് ലെയർ അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ വെടുത്ത് 8 ഇഞ്ച് അടയാളപ്പെടുത്തി. കണ്ടില്ലേ? അപ്പൊ അങ്ങനെ ഇത് തേർഡ് ലെയർ ആണ്. എത്രയാണ്? 68 ഇഞ്ച് തേർഡ് ലെയർ ലെങ്ത് വന്നു, 8 ഇഞ്ച് വിഡ്ത്ത് വന്നു. ആ രീതിയിൽ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കിട്ടുന്ന തുണിയുടെ നീളം അനുസരിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം. ചിലപ്പോൾ പീസൊക്കെ ആയിട്ടായിരിക്കും കിട്ടുക. ചിലപ്പോൾ നമുക്ക് കറക്റ്റ് നീളം തന്നെ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ 2 സൈഡിൽ 1/2 ഇഞ്ച് എന്ന രീതിയിൽ എക്സ്ട്രാ കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഇതെന്റെ ഫസ്റ്റ് ലെയർ ആണ്. ഫസ്റ്റ് ലെയർ എനിക്ക് സിംഗിൾ പീസ് എന്ന രീതിയിൽ എനിക്ക് ഫസ്റ്റ് ലെയർ കിട്ടി. ഞാനിപ്പോ നിവർത്തി കാട്ടിന് മൊത്തം സ്ക്രീനിൽ കൊള്ളില്ല, അതുകൊണ്ട് 2 മടക്കി ഇടണം എന്നുള്ളൂ. ഫസ്റ്റ് ലെയർ കിട്ടി. ഫസ്റ്റ് ലെയർ എനിക്ക് ആവശ്യം വന്നത് നല്ല തുണി. എനിക്ക് ഫസ്റ്റ് ലെയർ വേണ്ടത് 77 ഇഞ്ചാണ്. ഇതിപ്പോ 77 ഇഞ്ച് ഉണ്ട്. ഇത് അതിന്റെ ലൈനിങ് ആണ്. ലൈനിങ് എനിക്ക് ആവശ്യം 48 ഇഞ്ചാണ്. ലൈനിങ് 48 ഇഞ്ച് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന്റെ നീളം 48 ഇഞ്ച്, വീതി 4 ഇഞ്ചാണ്. നല്ല തുണിയുടെ നീളം 77 ഇഞ്ചും വീതി 7 ഇഞ്ചുമാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണി. ഇത് ഫസ്റ്റ് ലെയറിന്റെ നല്ല തുണി. ഇനി അടുത്ത സെക്കൻഡ് ലെയർ നമുക്ക് വരുന്നത് 144 ഇഞ്ചാണ്. സെക്കൻഡ് ലെയർ എനിക്ക് ആവശ്യം വരുന്നത് 144 ഇഞ്ച്. എനിക്ക് സിംഗിൾ പീസ് എന്ന രീതിയിൽ എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ 2 പീസ് സെപ്പറേറ്റ്, 2 വലിയ തുണിയും ഒരു ചെറിയ പീസും എനിക്ക് വേണ്ടി വന്നു. അങ്ങനെയാണ് എനിക്ക് 144 ഇഞ്ച് എന്ന രീതിയിലേക്ക് എനിക്ക് നീളം കിട്ടിയത്. അപ്പൊ ഇങ്ങനെ വരുമേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യണം. നല്ല വശവും ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നമുക്കൊരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഗ്യാപ്പിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ ആ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് 1/2 ഇഞ്ച് ആണെങ്കിൽ ഇവിടെ ഒരു 1/2 ഇഞ്ചും വരും, ഇവിടെ ഒരു 1/2 ഇഞ്ച് വരും.
അപ്പൊ 1/2 ഇഞ്ച് എന്ന രീതിയിൽ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണം. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇത്രയും തുണിക്ക് നീളമുണ്ട്. ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന കറക്റ്റ് കാൽക്കുലേഷനിൽ തന്നെ നമുക്കത് ചെയ്തു പോകാനും പറ്റും. അപ്പൊ ഇത് നമ്മുടെ എന്താണ് സെക്കൻഡ് ലെയർ ആണ്. അതിലേക്ക് അങ്ങനെ 3 പീസാണ് എനിക്ക് സെക്കൻഡ് ലെയറിലേക്ക് വേണ്ടി വന്നത്. ഇത് സെക്കൻഡ് ലെയറിന്റെ ലൈനിങ് തുണിയാണ് ഇത്. ഇതെനിക്ക് സിംഗിൾ പീസ് എന്ന രീതിയിൽ തന്നെ കിട്ടി. ഇതെനിക്ക് വരുന്നത് 58 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുമാണ്. ഇതെന്റെ സെക്കൻഡ് ലെയർ ആണ്, ലൈനിങ്ങിന്റെ സെക്കൻഡ് ലെയർ. ഇനി നല്ല തുണിയുടെ തേർഡ് ലെയർ എനിക്ക് 174 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ഇതാണ് അതിന്റെ 174 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയും. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ 3 പീസ് എന്ന രീതിയിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെ ഇതും ഞാൻ എടുത്തു. അതിന്റെ ലൈനിങ് തുണി വരുന്നത് 68 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമാണ്. അതൊക്കെ സിംഗിൾ പീസ് ആയിട്ട് തന്നെ കിട്ടി. 68 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയും. അങ്ങനെ ഇതെന്റെ തേർഡ് ലെയർ ആയി. കണ്ടില്ല, ഇത് തേർഡ് ലെയർ. ഇത് 3 നല്ല തുണി, ഇത് ലൈനിങ് തുണി, ഇത് നല്ല തുണി. നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈ ലൈനിങ് തുണിയുടെ നല്ല തുണിയുടെ എല്ലാത്തിന്റെയും അടിവശം, മുകൾവശം നമ്മള് ലൈനിങ് തുണിയിലേക്ക് അറ്റാച്ച് ചെയ്യും. അടിവശം നമുക്ക് ഇങ്ങനെ മടക്കി അടിക്കണം. ചെറുതാക്കി ഇങ്ങനെ 1/4 ഇഞ്ച് എന്ന രീതിയിൽ ചെറുതാക്കി നമുക്ക് മൊത്തം സ്റ്റിച്ച് ചെയ്യണം. 2 പീസ് 3 പീസ് എന്ന രീതിയിലാണ് നിങ്ങൾ കട്ട് ചെയ്തേക്കണെങ്കിൽ നല്ല വശവും ഒപ്പത്തിനൊപ്പം വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് സ്റ്റിച്ചിങ് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാട്ടിത്തരാം. ഇത് നമ്മുടെ പേപ്പർ ക്യാൻവാസ് ആണ് നെക്ക് അടയാളപ്പെടുത്താനായിട്ട്. ഇതിനിപ്പോ നമുക്കൊരു നെക്ക് വെടുത്ത് നമുക്ക് വരുന്നത് 3 ഇഞ്ചാണ്. ഇപ്പൊ 3 ഇഞ്ച് ഒരു സൈഡിലേക്ക് എന്ന രീതിയിൽ 2 സൈഡിലേക്ക് നമുക്ക് 6 ഇഞ്ച് വരും. അതിന്റെ ഒപ്പം എക്സ്ട്രാ ഒരു ഇഞ്ച് 2 സൈഡിലും വേണം. അപ്പൊ 4 ഇഞ്ചാവും. 4 8 ഇഞ്ചാണ് നമുക്ക് ആവശ്യം. ഞാനിപ്പോ ഇതിനിങ്ങനെ 2ആക്കി ഇങ്ങനെ മടക്കി. നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഇതിന്റെ ഒരു സൈഡിൽ ചെറിയൊരു മെഴുകു പോലെയുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ വേണം നമുക്ക് അടയാളപ്പെടുത്താൻ. മെഴുകുള്ള ഭാഗത്ത് അടയാളപ്പെടുത്തരുത്. അത് നമുക്ക് ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്ത് എടുക്കാനുള്ളതാണ്. ഞാനിപ്പോ ഇതിനെ ഉണ്ടാക്കി മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് വെടുത്ത് അടയാളപ്പെടുത്തി. വെടുത്ത് നമുക്ക് എത്ര വന്നത് 4 ഇഞ്ചാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്തി. 1/2 ഇഞ്ച് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള 1/2 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിനെ കൂട്ടി യോജിപ്പിക്കാം. ഇങ്ങനെ അടയാളപ്പെടുത്തി. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് കർവ് വരയ്ക്കാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നെക്ക്, സ്ക്വയർ നെക്കോ അല്ലെങ്കിൽ റൗണ്ട് നെക്കോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ കൊടുക്കാം. നമുക്കിനി ചേർത്ത് ഇങ്ങനെ റൗണ്ട് അടയാളപ്പെടുത്താം. ഇങ്ങനെ ചേർത്ത് വേണമെങ്കിൽ ചേർത്ത് അടയാളപ്പെടുത്താം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വൈഡായിട്ട് വേണമെങ്കിൽ വൈഡായിട്ട് അടയാളപ്പെടുത്താം. അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. ഇപ്പൊ ഇങ്ങനെയാണ് ഞാനിപ്പോ ഈ റൗണ്ട് നെക്ക് അടയാളപ്പെടുത്തുന്നത്. റൗണ്ട് നെക്ക് അടയാളപ്പെടുത്തി. ഇപ്പുറത്തേക്ക് ഒരു 3/4 ഇഞ്ച് വീതിയാണ് ഞാൻ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എടുക്കുന്നത്. ഞാനിതിപ്പോ ഫ്രണ്ട് നെക്ക് പെടുത്തി. ഇനിയിപ്പോ ബാക്ക് നെക്ക് അടയാളപ്പെടുത്താൻ പോവാണ്. ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ബാക്ക് നെക്ക് ലെങ്ത് വരുന്നത് എത്രയാണ്? 3.5 ഇഞ്ചാണ്. മേലും താഴേക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി. 1/2 ഇഞ്ച് ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ളതും അടയാളപ്പെടുത്തി. സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ കൂട്ടി വരച്ചു. ഇതും ഞാൻ ബാക്കിലും ഈ പറഞ്ഞ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് സ്ക്വയർ കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഞാൻ ബാക്കിലും റൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു 3/4 ഇഞ്ച് വിട്ടിട്ടാണ്, ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വിടാം. വിട്ട് നമുക്ക് ഇനി വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോ നമ്മൾ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അത് നമുക്ക് ഇങ്ങനെ നീട്ടി ഇപ്പുറത്തേക്ക് ഇനി വരയ്ക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് കളയുന്നില്ല. കട്ട് ചെയ്യുമ്പോ വെച്ചാല് ഈ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ നമ്മൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയുള്ളേ, അത് നമ്മൾ കട്ട് ചെയ്ത് കളയില്ല.
അത് ഇവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ബാക്കി ഈ ഏത് ഡിസൈൻ ആണോ നിങ്ങൾ അടയാളപ്പെടുത്തി വരച്ചേക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാണ് ഞാനിപ്പോൾ ഇത് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബാക്ക് പാർട്ട്, ഇത് ഫ്രണ്ട് പാർട്ട്. ആ പേപ്പർ ഷീറ്റിന്റെ പേപ്പർ ക്യാൻവാസിന്റെ മെഴുകു പോലെയുള്ള ഭാഗം ഇതാണ് നമ്മുടെ പേപ്പർ ക്യാൻവാസ്. ഇതിലുള്ള മെഴുകു പോലെ ഷൈനിങ് ഉള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി എടുക്കുക. തുണിയില് ഷൈനിങ് ഉള്ള ഭാഗം വെച്ചിട്ട് നമ്മൾ ഇത് അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ മേലെ അയൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ തുണിയും ഒട്ടിയിരിക്കും, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട്, ഇത് ബാക്ക് പാർട്ട്. ഇതിലുള്ള എല്ലാ ക്ലാസ്സിലും നല്ല തുണിയുടെ നല്ല വശത്ത് ഞാനിപ്പോ ലൈനിങ് തുണി ഇങ്ങനെ വെച്ചേക്കാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ആം ഹോളും സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്ലീവ്ലെസ് ആണ്. ആം ഹോള് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്. ഇവിടെയും ഇതേപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാണ് ആം ഹോള്. എന്നിട്ട് ഇത് അപ്പുറത്തേക്ക് മറച്ചെടുക്കും. ആം ഹോള് മാത്രമേ ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. നല്ല തുണിയുടെ നല്ല വശത്താണ് ഞാനിപ്പോ ലൈനിങ് തുണി വെച്ചേക്കുന്നത്. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ ഫ്രണ്ടിലെ ആം ഹോള് രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് 1/4 ഇഞ്ച് ഗ്യാപ്പിലാണല്ലോ സ്റ്റിച്ച് ചെയ്തേക്കണേ. അപ്പം ബാക്കി തുണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിങ്ങനെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ 1/4 ഇഞ്ച് ഇതിൽ ഞാൻ ഇപ്പം സ്റ്റിച്ച് ചെയ്തു. ഞാൻ മറിച്ചെടുക്കാൻ പോവാ. അതിനു വേണ്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു കട്ടിങ് ഞാനിങ്ങനെ കൊടുക്കാണ്. ചെരിച്ചാണ് കൊടുക്കുന്നത്. ഞാൻ അടിച്ചേക്കണ സ്റ്റിച്ചുകൾ കൊള്ളാത്ത രീതിയിൽ ഞാൻ രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്തില്ലേ. എന്നിട്ട് ഞാൻ ഇതിനെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചെടുക്കാണ്. ആം ഹോള് ഞാൻ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചെടുത്തു, കണ്ടില്ലേ? എന്നിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്യുക. ഇല്ലെങ്കിൽ ഇങ്ങനെ കൈയോട് പ്രസ് ചെയ്യുക. അയൺ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ എൻ്റെ അയൺ ബോക്സ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഞാൻ അയൺ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇനി പ്രസ് ചെയ്യാണ്. ഇങ്ങനെ മറിച്ചെടുത്തു, കണ്ടില്ലേ? എന്നിട്ട് നമുക്കിത് ഇതിന്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം. തുണി പുറത്ത് കാണാത്ത രീതിയിൽ വേണം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ രണ്ട് സൈഡിലും ഞാനിപ്പോൾ ഓരോ സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുണ്ട്. ടോപ്പ് സ്റ്റിച്ച് രണ്ട് സൈഡിൽ കൊടുത്തു. നമുക്ക് ഇതുപോലെ ബാക്കും കൂടി ചെയ്യാം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിന്റെ രണ്ട് ആം ഹോളും നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു. അതുപോലെ ബാക്ക് പാർട്ടും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ട് രണ്ട് ഭാഗവും ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ഇവിടെ ബാക്ക് ഭാഗിൽ ഓപ്പണിംഗ് ഇല്ലേ, ഓപ്പണിംഗ് നമുക്ക് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് 1 ഇഞ്ച് ഇവിടെ നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ. ആദ്യം 1/2 ഇഞ്ച് മടക്കുക. എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം. അല്ലാതെ ഇവിടെ മാർക്കിംഗ് വന്നിട്ട് 1 ഇഞ്ചിന്റെ മാർക്കിംഗ് ആണ് ഈ കാണുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം മടക്കാം. ആദ്യം 1/2 ഇഞ്ച് മടക്കി, ആ മാർക്കിങ്ങിലേക്ക് ആദ്യം 1/2 ഇഞ്ച് മടക്കി, എന്നിട്ട് പിന്നീട് വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടി മടക്കി. കൂടുതൽ തുണികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് തുണിയാണ് കറക്റ്റ് അളവിൽ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത്. ആ ഒരു അളവിലേക്ക് നമുക്ക് കൂടുതൽ തുണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതും ഇതേപോലെ തന്നെ 1/2 ഇഞ്ച് ആദ്യം മടക്കുക, വീണ്ടും ഒന്നുകൂടി മടക്കുക. ഇങ്ങനെയുള്ള നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കേണ്ടത് നല്ല വശമാണ്. നല്ല വശം ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഒന്നിന്റെ മുകളിലായിട്ട് ഒന്ന് ഇങ്ങനെ വെക്കുക, കണ്ടില്ലേ? വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ഒത്തിരി ഗ്യാപ്പുള്ള സ്റ്റിച്ചിങ് വേണം നമുക്ക് ഇടാനായിട്ട്. നമുക്കത് അഴിച്ച് കളയാനുള്ളത് സിബ് വെച്ച് കഴിയുമ്പോൾ
നമുക്കത് അഴിച്ചു കളയണം. നമുക്ക് സിബിന് എന്തോരം ഇറക്കമാണ് വെക്കാൻ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ ആ രീതിയിൽ വേണം വെക്കാനായിട്ട്. നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോ വലിയ ഞാനിങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചു. കണ്ടില്ലേ? ഞാനിത് സിബ് വെച്ച് കഴിയുമ്പോൾ ഈ കുത്തണ്ട അഴിച്ചു കളയും. ഇനി നമുക്ക് നെക്കിന്റെ സൈഡ് നമുക്ക് അടിക്കാം. ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ചുറ്റും ഇങ്ങനെ അടിച്ചെടുക്കാം. നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ മടക്കി വെച്ചേക്കണ ഈ മടക്കില്ലേ, അത് നമ്മളുടെ ഈ പേപ്പർ ക്യാൻവാസിന്റെ ഇപ്പുറത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വെട്ടിക്കളയാവുന്നതാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്. ആദ്യം തന്നെ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. ഇനി അധികം എവിടെയെങ്കിലും തുണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒപ്പത്തിന് ലൈനിങ് തുണിയുടെ അളവിലേക്ക് ഒപ്പത്തിനൊപ്പം വെട്ടാം. ലൈനിങ് തുണിയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത്. ലൈനിങ് തുണിയിലാണ്. ലൈനിങ് തുണിയുടെ അളവിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. ഇതാണ് ഇതിന്റെ സെന്റർ. ഇതാണ് നമ്മുടെ നെക്ക്. നല്ല വശത്ത് നമ്മൾ ഈ നെക്ക് ഇങ്ങനെ വെക്കുകയാണ്. ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഇവിടുന്ന് ഇവിടത്തോളം വരെ സ്റ്റിച്ച് ചെയ്യണം. ഈ പേപ്പർ ക്യാൻവാസിൽ കൊള്ളാണ്ട് ഇവിടുന്ന് ഇവിടത്തോളം വരെ സ്റ്റിച്ച് ചെയ്യാണ്. രണ്ട് സൈഡിലും ഓരോ പിൻകുത്തി ഞാനിട്ട് ഇവിടുന്ന് ഈ പേപ്പർ ക്യാൻവാസിൽ കൊള്ളാണ്ട് ഇവിടത്തോളം വരെ സ്റ്റിച്ച് ചെയ്യാണ്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ പേപ്പർ ക്യാൻവാസ് ഉണ്ടല്ലോ, പേപ്പർ ക്യാൻവാസിൽ കൊള്ളാണ്ട് ഇങ്ങനെ അരിക്ക് ചേർത്ത് നമുക്ക് നെക്ക് ഏത് ഡിസൈനിലാണോ വരച്ചേക്കുന്നത് ആ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് നമുക്ക് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. അവിടെ ഇവിടെയായിട്ട് ഓരോ കട്ടിങ് കൊടുക്കാണ്. ഇവിടെ ഇങ്ങനെ കട്ടി കൂടുതൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ പേപ്പർ ക്യാൻവാസ് നമുക്ക് പതുക്കെ പൊളിച്ചെടുത്ത് ഇത്ര ഭാഗം മാത്രം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് അപ്പുറത്തേക്ക് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറക്കണം. മറക്കണേ മുൻപ് ചെയ്യേണ്ടത് ഇതാണല്ലോ നമ്മുടെ ലൈനിങ് തുണി. നല്ല തുണിയും കൊള്ളാണ്ട് ലൈനിങ് തുണിയും ഇങ്ങനെ ചേർത്ത് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ ലൈനിങ് തുണിയുമാണ് ഇപ്പൊ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ? നല്ല തുണിയും കൊണ്ടിട്ടില്ല. ഇതിനും അരിക്ക് ചേർത്ത് ഞാൻ ഇപ്പൊ സ്റ്റിച്ച് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്ക് നെക്ക് ഇതാണ് നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ബാക്ക് നെക്കിനെ ഞാനിപ്പോ രണ്ടാക്കാണ്. ബാക്ക് നെക്കിന് ഞാനിപ്പോ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് നെക്ക് ഞാനിപ്പോ രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാണ്. കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഫ്രണ്ട് നെക്ക് എങ്ങനെയാണോ വെച്ച് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും വെക്കാം. ഇത് ആം ഹോളാണ്. ഇതാണ് നമ്മുടെ സെന്റർ. ഇത് നമ്മുടെ ബാക്ക് നെക്കിന്റെ നല്ല വശമാണ്. നല്ല വശത്ത് ഞാനിപ്പോ കട്ട് ചെയ്ത് നെക്ക് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. അതിന് മുൻപായിട്ട് എവിടെയെങ്കിലും എക്സ്ട്രാ തുണി ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ലൈനിങ് തുണിയാണ് നമ്മൾ കറക്റ്റ് അളവിന് നമ്മളിപ്പോ മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പൊ നല്ല വശത്ത് ഞാനിപ്പോ നെക്ക് വെക്കുകയാണ്. എന്നിട്ട് ഞാനൊരു പിൻ കുത്തി കൊടുക്കാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പേപ്പർ ക്യാൻവാസിന്റെ അരികത്തോടു കൂടി നമ്മളിത് നെക്ക് സ്റ്റിച്ച് ചെയ്യാണ്.
നല്ല വശത്ത് ഞാനിപ്പോൾ കട്ട് ചെയ്ത നെക്ക് വെച്ചു. നേരത്തെ ചെയ്ത പോലെ തന്നെ പേപ്പർ ക്യാൻവാസിന്റെ അരികത്തോടുകൂടി സ്റ്റിച്ച് കൊടുക്കാണ്. രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യാണ്. ഇവിടെ ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാണ്. എന്നിട്ട് നല്ല തുണിമ കൊള്ളാണ്ട് ലൈനിങ് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇത് ബാക്ക് സൈഡ് ആണ്. ബാക്ക് സൈഡിന്റെ നല്ല വശത്ത് നമ്മുടെ ഫ്രണ്ടിന്റെ നല്ല വശം ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കാം. വെക്കുമ്പോൾ നമ്മുടെ ഈ നെക്ക് ഉണ്ടല്ലോ, നെക്ക് നമ്മൾ ഇപ്പുറത്തേക്ക് മറിച്ചെടുത്തിട്ടില്ല, അതിന് പകരം നിവർത്തി ഇങ്ങനെ വെച്ചേക്കാണ്. നമ്മൾ ഫ്രണ്ടിലാണെങ്കിൽ നെക്ക് ഓൾറെഡി നമ്മൾ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട്. ക്ലിയർ? കണ്ടില്ല, ഇങ്ങനെ ഓൾറെഡി മറിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നമ്മൾ വെക്കാതെ ഇത് ഫ്രണ്ടിന്റെ ഈ ഷോൾഡറിന്റെ ഈ സൈഡ് നെക്ക് എടുത്ത് ഈ സൈഡ് ബാക്കിന്റെ ഷോൾഡറിന്റെ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം രണ്ടാമത് ബാക്കിലത്തെ നമ്മളുടെ ഈ ലൈനിങ് തുണി ഇപ്പുറത്തേക്ക് ഇങ്ങനെ കവർ ചെയ്യും. ക്ലിയർ? അങ്ങനെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇത് ബാക്കിന്റെ നല്ല വശമാണ്. ബാക്കിന്റെ നല്ല വശത്ത് ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശം ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. ഉണ്ടല്ലേ? എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കണം. 1/2 ഇഞ്ച് ഗ്യാപ്പാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ ഷോൾഡർ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന നമ്മൾ 1/2 ഇഞ്ചാണല്ലോ വിട്ടേക്കുന്നത്. 1/2 ഇഞ്ചാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് കൊടുത്തു. ബാക്ക് പാർട്ടിന്റെ നല്ല വശത്ത് ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശം ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചു. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അതിന് വേണ്ടി നമ്മൾ തുണി പതുക്കെ റൊട്ടേറ്റ് ചെയ്യാണ്. ഇനി റൊട്ടേറ്റ് ചെയ്യുന്ന നേരത്തെ ഇതിന് ഇങ്ങനെ ഇപ്പുറത്തേക്ക് മടക്കണം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഇനി ചെയ്യേണ്ടത് പതുക്കെ ഇതിനിങ്ങനെ നിവർത്താം. ആയിട്ട് നമുക്ക് കിട്ടിയേക്കണുണ്ടോ ഒരേ ലെവലിക്ക്. അങ്ങനെ രണ്ട് സൈഡും നമുക്ക് ഒരേ ലെവലിക്ക് തന്നെ ഉണ്ട്. സൈഡ് കണ്ട ജോയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ നെക്കിന്റെ ഈ ഭാഗം നമ്മൾ പതുക്കെ ഹെമ്മിങ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ലാസ്റ്റ് എങ്ങനെയാണ് ഹെമ്മിങ് ചെയ്യുന്നത് എന്നുള്ളത് കാട്ടിത്തരാം. നമ്മൾ ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് ഞാൻ ഇപ്പൊ നോർമൽ സിബാണ് വെക്കണേന്ന് പറഞ്ഞല്ലോ. അതിന് വേണ്ടി ഞാനിപ്പോ ഈ ബാക്കിലെ നെക്ക് ഞാനിങ്ങനെ മടക്കാണ്. ദേ നമ്മൾ ഓൾറെഡി ഇങ്ങനെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഈ മറിച്ചെടുത്തിട്ട് നമ്മൾ ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു സൈഡ് മാത്രം ഞാനിപ്പോ ഇങ്ങനെ വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കാണ്. വെക്കുമ്പോൾ നമ്മുടെ ലൈനിങ് തുണി പുറത്ത് വരാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. വെച്ചൊരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ബാക്ക് സൈഡ് ആണല്ലോ. ബാക്ക് സൈഡിന്റെ നല്ല വശവും നല്ല വശമാണ്. നമുക്ക് സിബ് വെക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മുടെ നൂലിന്റെ കണ്ണിയുടെ ഗ്യാപ്പ് കുറച്ച് കൂട്ടിയിട്ടു. നമുക്ക് ആ അടിക്കാൻ പോകുന്ന സ്റ്റിച്ച് നമുക്ക് അഴിച്ചു മാറ്റാനുള്ളതാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, അതിങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നമ്മളിപ്പോ ഈ അടിച്ചേക്കുന്ന സ്റ്റിച്ചില്ലേ അതിന്റെ മീതെ കൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് നമ്മൾ അഴിച്ചു കളയും. നോർമൽ സിബ് വെക്കാനുള്ള എളുപ്പ മാർഗ്ഗമാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇങ്ങനെ കണ്ണ് ഞാനിപ്പോൾ അകത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു സ്റ്റിച്ച് കൊടുക്കാണ്. അങ്ങനെ ഞാനൊരു നോർമൽ ഒരു സ്റ്റിച്ച് കൊടുത്തു. ഇത് അഴിച്ച് കളയാനുള്ള സ്റ്റിച്ചാണ്. ഇനി ഞാൻ ഇവിടെ സിബ് വെക്കാൻ പോവാണ്. ഇത് ബാക്ക് സൈഡ് ആണ്.
ഇതിങ്ങനെ ഞാൻ നിവർത്തി. ഞാൻ സിബ് താഴെ നിന്ന് 1 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ടാണ് സിബ് വെക്കുന്നത്. കാരണം 1/2 ഇഞ്ച് നമ്മൾ സ്കേർട്ടായിട്ട് അടിച്ചു പോകാനുണ്ടാകും. പിന്നെ ഒരു 1/2 ഇഞ്ച് ഇതിന് വേണ്ടി ഒരു ഗ്യാപ്പ്. അങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് സിബ്. സിബിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ലോക്കുള്ള ഭാഗം, ഇങ്ങനെ ഇരിക്കുന്ന സിബിന്റെ ഈ ലോക്കുള്ള ഭാഗം ഞാൻ ഇവിടെ വരത്തക്ക രീതിയിലാണ് വെക്കുന്നത്. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഞാൻ സിബ് ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഇറക്കി ഇത് ഇവിടെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് ഞാൻ അരികെ ചേർത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കാണ്. അത് ഇങ്ങനെ വെച്ച് അടിക്കാൻ കട്ടി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന് ഇങ്ങനെ വെച്ചിട്ട് ഇതിനിപ്പുറത്തേക്ക് മാറ്റാം. മാറ്റി ഈ സെന്റർ ഇവിടെ വരത്തക്ക രീതിയിൽ ഇതിനോട് ഇങ്ങനെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ച് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ. ഈ സിബ് ഉണ്ടല്ലോ, സിബ് ഇങ്ങനെ വേണ്ട വെക്കാനായിട്ട്. ഇങ്ങനെ ഇവിടെ ചേർത്ത് ഇതിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് അരികെ ചേർത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കാം. എത്താറാവുമ്പോ ഇവിടെയാണല്ലോ സിബ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് സിബിനെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറ്റാം. ഇവിടെ ഇപ്പൊ കുത്തി നിർത്തിയിട്ട് ഈ സിബിനെ മുകളിലേക്ക് കയറ്റാണ്. എന്നിട്ട് ഞാൻ ഇതിനെ ഇവിടത്തോളം വരെ, ഇവിടെയാണല്ലോ 1 ഇഞ്ച് വരുന്നത്, ഇവിടത്തോളം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാണ്. കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാണ്. അതും ഇതിന്റെ സെന്റർ വരെ ഇപ്പൊ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ് പതുക്കെ ഞാനിത് കട്ട് ചെയ്തെടുക്കാണ്. കഴിഞ്ഞ് ഇപ്പുറത്തെ ഭാഗം ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. ഇവിടെയാണല്ലോ ഞാൻ സെന്റർ ആയിട്ട് നിർത്തിയത്, അവിടെ നിന്ന് തന്നെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ ലോക്കിട്ട് നിർത്താണ്. ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടില്ല, ലോക്കിട്ട് നിർത്താണ്. ലോക്കിട്ട് നിർത്തിയിട്ട് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്തതുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഞാനിത് കട്ട് ചെയ്യാണ്. സെൻട്രലത്തെ ഈ കുത്തുണ്ടല്ലോ, ഈ സ്റ്റിച്ച് ഞാനിങ്ങനെ വിടിയിക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാണ്. ഇതിന് വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സീം അലവൻസ് 1 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഞാൻ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. അതുപോലെ താഴേന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് ഞാൻ ഗേറ്റ് അടയാളപ്പെടുത്തി. ഞാനിവിടെ വള്ളി വെക്കുന്നുണ്ട്. അതിനു വേണ്ടി 1/4 ഇഞ്ച് ഗേറ്റ് അടയാളപ്പെടുത്തിയിട്ട് ഈ വള്ളിയെ ഇങ്ങനെയാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കിവിടെ ഒരു പിൻകുത്തി കൊടുക്കാം. എന്നിട്ട് നല്ല വശം ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഒപ്പത്തിനൊപ്പം വെച്ച് സീം അലവൻസ് 1 ഇഞ്ചാണ്. ആ 1 ഇഞ്ച് അടയാളപ്പെടുത്തി താഴ്ഭാഗത്തുനിന്ന് 1/4 ഇഞ്ച് കയറ്റിയിട്ട് ഡോറി ഇങ്ങനെ ഞാൻ വെച്ചു. കറക്റ്റാക്കി ഞാനിങ്ങനെ ഡോറി വെച്ചു. ഇനി അത് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് ഹെമ്മിങ് ചെയ്യാനുണ്ട്. കണ്ടോ, യോക്ക് പാർട്ട് നമ്മുടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് സൈഡില് 2 വള്ളി കണ്ടില്ലേ. ഇനി നമുക്ക് സ്കേർട്ട് റെഡിയാക്കാം. ഇത് സ്കേർട്ടിന്റെ ഫസ്റ്റ് ലെയർ ആണ്. അതിന്റെ അടിവശം ഞാൻ ഒരു 1/4 ഇഞ്ച് എന്ന രീതിയിൽ ആദ്യം മടക്കി, നമുക്ക് 1/4 ഇഞ്ച് എന്ന രീതിയിൽ ആദ്യം മടക്കി, പിന്നെയും ഒരു 1/4 ഇഞ്ച് എന്ന മടക്കി, അങ്ങനെ 2 ചെറിയ മടക്കി ഞാൻ ഈ അടിവശം സ്റ്റിച്ച് ചെയ്യാണ്. അങ്ങനെ 3 ലെയറിന്റെയും ഒരു സൈഡ് മാത്രം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അടുത്ത ലെയർ നമുക്ക് 2 പീസായിട്ടാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ എടുക്കണ തുണിയുടെ നല്ല വശത്ത് നമ്മൾ എക്സ്ട്രാ വെച്ച് പിടിപ്പിക്കാനുള്ളതിന്റെ നല്ല വശവും തമ്മിൽ ഇതിന് കൂട്ടി യോജിപ്പിക്കാം. നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഡിസൈൻ ഉള്ള തുണിയാണ് എന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ കറക്റ്റ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം.
നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഇതേപോലെ ജോയിൻ ചെയ്യാവുന്നത്. ജോയിൻ ചെയ്തതിന് ശേഷം അടിവശം 1/4 ഇഞ്ച് രീതിയിൽ ആദ്യം ഒരു മടക്ക് മടക്കി രണ്ടാമതൊരു മടക്ക് മടക്കി മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഒരു പ്ലീറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. അത് 1 ഇഞ്ച് ഉള്ളിലേക്ക് പോകും, 1 ഇഞ്ച് പുറത്തേക്ക് എന്ന രീതിയിൽ ഇങ്ങനെ ഒരു പ്ലീറ്റിന്റെ സൈസ് 2 ഇഞ്ച്. ഇവിടെ 1 ഇഞ്ച് വരും, ഇവിടെ 1 ഇഞ്ച് വരും. ഈ 1 ഇഞ്ച് നമ്മൾ ഉള്ളില 1 ഇഞ്ച് ഉള്ളിലേക്ക് പോയി കണ്ടാ. അപ്പൊ അങ്ങനെ നമുക്ക് പ്ലീറ്റിന്റെ സൈസ് 2 ഇഞ്ച് വരും. പ്ലീറ്റിന്റെ ഗ്യാപ്പ് 1 ഇഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് മൊത്തത്തില് 1 ഇഞ്ച് എന്ന രീതിയിൽ നമുക്കിപ്പോ അടയാളപ്പെടുത്താം. നല്ല വശത്താണ് അടയാളപ്പെടുത്തുന്നത്. ആദ്യത്തെ 1/2 ഇഞ്ച് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്താണ്. ഈ പ്ലീറ്റ് ഇവിടെ നിന്ന് എടുത്ത് ഇത് 1 ഇഞ്ചാണ്. ഈ 1 ഇഞ്ച് ഉള്ളിലേക്ക് പോയിട്ട് പിന്നത്തെ 1 ഇഞ്ചിലേക്ക് വന്നു. കണ്ടില്ലേ? അപ്പൊ ഇവിടെ 1 ഇഞ്ച്, ഇവിടെ 1 ഇഞ്ച്. അപ്പൊ ഇത് 2 ഇഞ്ചായി. പിന്നെ അതിന്റെ ഗ്യാപ്പ് 1 ഇഞ്ച്. കണ്ടില്ലേ? അത് കഴിഞ്ഞ അടുത്ത പ്ലീറ്റ് എടുത്തു. ഇതിന്റെ ഇവിടത്തെ 1 ഇഞ്ചും ഇവിടത്തെ 1 ഇഞ്ചും എന്ന രീതിയിൽ ഈ 1 ഇഞ്ച് വന്നു. ഗ്യാപ്പ് 1 ഇഞ്ച് എന്ന രീതിയിൽ ഇപ്പുറത്തേക്ക് വന്നു. കണ്ടോ? അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ 1 ഇഞ്ച്, ഇവിടെ 1 ഇഞ്ച്. ഇതിന്റെ സെന്റർ പിടിക്കുക. അപ്പൊ 1 ഇഞ്ച് ഉള്ളിലേക്ക് പോയി, 1 ഇഞ്ച് പുറത്തേക്ക് എന്ന രീതിയിൽ വന്നു. ഇവിടെ ഗ്യാപ്പ് 1 ഇഞ്ചിലേക്ക് ഇങ്ങനെ വന്നു. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ 72 ഇഞ്ചുള്ള ഈ ഫസ്റ്റ് ലെയറിനെ നമ്മൾ എത്രയിലേക്ക് ആക്കിയെടുക്കണം? വേസ്റ്റ് റൗണ്ട് ആയ 24 ഇഞ്ചിലേക്ക് നമ്മൾ ആക്കിയെടുക്കണം. ക്ലിയർ ആയില്ല? അങ്ങനെ വേണം മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. 2 ഇഞ്ച്. ഈ 2 ഇഞ്ചിന്റെ സെന്റർ നമ്മൾ എടുത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ ഇഞ്ച് എന്ന രീതിയിൽ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയേക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പൊ ഇവിടെ ആദ്യത്തെ 1 ഇഞ്ച് എടുത്ത് രണ്ടാമത്തെ 1 ഇഞ്ചിനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് മൂന്നാമത്തെ 1 ഇഞ്ചിലെ ആ 1 ഇഞ്ചിലേക്ക് ഗ്യാപ്പ്, മൂന്നാമത്തെ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് ഗ്യാപ്പ് വരുന്നത്. ആ ഗ്യാപ്പിലേക്ക് ഞാനിവിടെ കുത്തി നിർത്തി. കണ്ടാ? അത് കഴിഞ്ഞ പിന്നത്തെ അത് ഞാൻ ഇവിടത്തോളം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടത്തോളം വരെ സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ 1 ഇഞ്ച് എടുത്ത് രണ്ടാമത്തെ 1 ഇഞ്ചിനെ നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഗ്യാപ്പ് നമുക്ക് എത്ര 1 ഇഞ്ചല്ലേ വന്നേ? ആ 1 ഇഞ്ച് ഗ്യാപ്പിലേക്ക് നമ്മൾ ഇങ്ങനെ വെച്ചു. കണ്ടോ? അത് കഴിഞ്ഞ് അടുത്ത 1 ഇഞ്ച് എടുത്തു. അതിന് നമ്മൾ പിന്നത്തെ 1 ഇഞ്ചിന് നമ്മൾ ഉള്ളിലേക്ക് ആക്കി. ഈ 1 ഇഞ്ചിനെടുത്ത് ഈ 1 ഇഞ്ചിന് നമ്മൾ ഉള്ളിലേക്ക് ആക്കി ഗ്യാപ്പുള്ള 1 ഇഞ്ചിലേക്ക് നമ്മൾ ഇങ്ങനെ വെച്ച് നമുക്കിത് അളന്ന് നോക്കാം. അളന്ന് നോക്കിയപ്പോൾ ഇത് 25 ഇഞ്ച് ഉണ്ട്. കുഴപ്പമില്ല. നമുക്ക് 1/2 ഇഞ്ച് രണ്ടറ്റവും നമ്മൾ കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് 24 ഇഞ്ച് എന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിലാണ് എന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ അഴിച്ച് അടുപ്പിച്ച് 2 സ്റ്റിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒന്നിന്റെ മേലെ ഒന്നായിട്ട് രണ്ടറ്റത്ത് ഇങ്ങേറ്റത്ത് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ഇതിങ്ങനെ വെച്ച് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. അത് ഈ അറ്റത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് അഴിച്ച് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം. ഇനിയിപ്പോ ഈ വേസ്റ്റ് റൗണ്ടിന്റെ അത്രയും നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൊത്തം അഴിച്ച് നമ്മൾ രണ്ടാമതും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും.
ഇതിന് ചെറിയ പ്ലീറ്റ്സ് ഇടണം. അത് ഞാൻ ചുരുക്കിടണം. അതിന് വേണ്ടി ഞാനിപ്പോൾ നൂലിൻ്റെ കണ്ണി ഞാൻ ലൂസാക്കി, എന്നിട്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു നൂലെടുത്തിട്ട് നമുക്കിതിങ്ങനെ വലിച്ച് നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണ്? 24 അല്ലേ? ആ 24 വേസ്റ്റ് റൗണ്ടിലേക്ക് ആക്കിയെടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 നൂല് വീതമാണ് വരുന്നത്. അപ്പം അതിന് ഒരു നൂല് ഇങ്ങനെ എടുത്തിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. നമുക്കിതിന് 24 ഇഞ്ച് വീതിയിലേക്ക് എന്ന രീതിയിലേക്ക് ആക്കിയിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം. ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം. നമുക്കിതിന് ലൂസാക്കി. ഇതിപ്പോൾ 24 ഇഞ്ച് ഇല്ല. ഞാൻ ചെറുതായിട്ട് ഇതിനൊന്ന് ഇത്രയും ടൈറ്റ് ഇത്രയും അടുപ്പിച്ച് ചുരുക്ക് വേണ്ട. അതുകൊണ്ട് ഞാനിങ്ങനെ ലൂസാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ 24 ഇഞ്ച് എന്ന രീതിയിൽ 25 ഇഞ്ച് എന്ന രീതിയിലാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണി അടുപ്പിച്ചിടാം. നമുക്ക് രണ്ടറ്റവും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് രണ്ടറ്റം സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ലൈനിങ് തുണിയുടെ സ്റ്റിച്ച് ചെയ്യണം, നല്ല തുണിയുടെ സ്റ്റിച്ച് ചെയ്യണം. നമുക്കിത് അരികെ ചേർന്നൊരു സ്റ്റിച്ച് കൊടുക്കാം. നല്ല തുണിയും ഇതുപോലെ തന്നെ നല്ല വശവും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് നമുക്ക് അരികെ ചേർത്തതിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മള് നല്ല തുണിയും ലൈനിങ്ങും നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. ഒരറ്റത്ത് നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. ഇവിടെയാണ് ലൈനിങ് തുണി നമ്മൾ കൂട്ടി ജോയിൻ ചെയ്തതും നല്ല തുണിയും ജോയിൻ ചെയ്ത് രണ്ടും ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. 1/2 ഇഞ്ചാണ് നമ്മൾ കൂട്ടി ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. ആ 1/2 ഇഞ്ചിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഞാനിതിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ലൈനിങ് തുണിയിലെ ലൈനിങ് തുണിയുടെ ഈ താഴ്ഭാഗത്തെ അളവ് നമ്മൾ മൊത്തത്തിൽ അളന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ സെക്കൻഡ് ലെയറിന്റെ നല്ല തുണി ഈ ഒരു അളവിലേക്ക് വേണം നമുക്ക് പ്ലീറ്റ് ഇട്ട് എടുക്കാനായിട്ട്. നമുക്ക് എന്തോരം അളന്ന് നോക്കാം. ലൈനിങ് തുണി നമുക്ക് 47 ഇഞ്ച് ഉണ്ട്. നമുക്ക് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ലൈനിങ് തുണി 48 ഇഞ്ച്. അതിൽ 2 സൈഡ് 1/2 ഇഞ്ച് എന്ന് വീതം നമ്മൾ സൈഡ് ജോയിൻ ചെയ്തു. അതുകൊണ്ടാണ് 1 ഇഞ്ച് കുറഞ്ഞത്. അങ്ങനെ 48 ഇഞ്ചാണ് നമുക്ക് ലൈനിങ് തുണി വരുന്നത്. ഈ 48 ഇഞ്ചിലേക്ക് നമ്മൾ സെക്കൻഡ് ലെയർ വരുന്നത് 144 ഇഞ്ചാണ്. അതിന് നമുക്ക് 48 ഇഞ്ചിലേക്ക് ആക്കി എടുക്കണം. നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണി ഉണ്ടല്ലോ അതിന്റെ നീളം എത്രയാണെന്ന് അളന്ന് നോക്കാം. അതിലേക്ക് വേണം സെക്കൻഡ് ലെയറിന്റെ നല്ല തുണി നമുക്ക് പ്ലീറ്റ് ഇട്ട് എടുക്കാനായിട്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാനിപ്പോൾ അതിന് പ്ലീറ്റ് ഇട്ട് മടക്കിയടിക്കുകയാണ്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നല്ല വശവും കൂട്ടി വെച്ച് ഇങ്ങനെ ഒരു സ്റ്റിച്ച് എടുത്തു. 144 ഇഞ്ച് നീളമുള്ള തുണിയെ ഞാൻ 47 ഇഞ്ചിലേക്ക് ഞാൻ പ്ലീറ്റ് ഇട്ട് ഇങ്ങനെ ചുരുക്കാണ് ചെയ്തത്. ലൈനിങ് തുണി നമുക്ക് വരുന്നത് 58 ഇഞ്ചാണ്. അതിന് നമ്മൾ 47 ഇഞ്ചിലേക്ക് നമ്മൾ ലൈനിങ് തുണിയെ നമ്മൾ ചുരുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ അവിടെ ഇവിടെയായിട്ട് ചെറിയൊരു ചുരുക്ക് മാത്രം കൊടുക്കുന്നുള്ളൂ. ഞാൻ ഇനി ലൈനിങ് തുണി നമ്മൾ 58 ഇഞ്ചുള്ള ലൈനിങ് തുണി നമ്മൾ 47 ഇഞ്ച് എന്ന രീതിയിലേക്ക് പ്ലീറ്റ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു പ്ലീറ്റിങ്ങിന് ഇടാണ്.
അങ്ങനെ ഞാൻ ലൈനിങ് തുണിയുടെ സൈഡ് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തുണിയും ലൈനിങ് തുണിയും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. നല്ല തുണിയുടെ ഉള്ളിലേക്ക് ഞാൻ ലൈനിങ് തുണി വെച്ചു. ഇനി നമുക്ക് ഇത് വേസ്റ്റ് മൊത്തത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഒരുമിച്ച് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. ഞാൻ ലൈനിങ് തുണിയും നല്ല തുണിയും വെച്ച് ഒരുമിച്ച് വെച്ച് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് സെക്കൻഡ് ലെയറിന്റെ ലൈനിങ് തുണി എന്തോരം അളന്ന് നോക്കാം. ആ അളവിലേക്ക് തേർഡ് ലെയറിന്റെ നല്ല തുണിയും ലൈനിങ് തുണിയും ആ ഒരു അളവിലേക്ക് വേണം നമുക്ക് പ്ലീറ്റഡ് എടുക്കാനായിട്ട്. തേർഡ് ലെയർ നമുക്ക് മൊത്തം വരുന്നത് 174 ഇഞ്ചാണ് വരുന്നത്. അതിനെ നമുക്ക് ലൈനിങ് തുണി സെക്കൻഡിന്റെ ലൈനിങ് തുണി വരുന്നത് 58 ഇഞ്ചാണ്. അതിലേക്ക് നമുക്ക് ചുരുക്കിയെടുക്കണം. അതുപോലെ തന്നെ തേർഡ് ലെയറിന്റെ ലൈനിങ് തുണി വരുന്നത് 68 ഇഞ്ചാണ്. അതിനെയും നമുക്ക് 58 ഇഞ്ചിലേക്ക് ചുരുക്കിയെടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ഇഞ്ച് ഉള്ളിലേക്ക് 1 ഇഞ്ച് പുറത്തേക്ക് എന്ന രീതിയിൽ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാൻ തേർഡ് ലെയറിന് നല്ല പീസും ലൈനിങ് തുണിയും ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് ലെയർ ആണ്. ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണി എടുക്കാം. മനസ്സിലായത്? ഫസ്റ്റ് ലെയർ ആണ്. ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണിയുടെ നല്ല വശമാണിത്. ഇത് നമ്മുടെ സെക്കൻഡ് ലെയർ ആണ്. സെക്കൻഡ് ലെയറുടെ നല്ല വശമാണിത്. അടിയിലെ ഈ നല്ല വശം നമ്മുടെ ഫസ്റ്റ് ലെയറിന്റെ നല്ല വശവും ഒരുമിച്ച് വെക്കാം. അതായത് ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണിയുടെ നല്ല വശവും സെക്കൻഡ് ലെയറിന്റെ നല്ല വശവും ഒരുമിച്ച് വെക്കുക. അതായത് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് ഇത് മൊത്തത്തില് ഇങ്ങനെ റൗണ്ടില് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നുകൂടി പറയാം. ഇത് ഫസ്റ്റ് ലെയർ ആണ്. ഫസ്റ്റ് ലെയറിന്റെ നല്ല തുണിയും ലൈനിങ് തുണിയുടെ നല്ല വശമാണ്. ഇത് സെക്കൻഡ് ലെയർ ആണ്. സെക്കൻഡ് ലെയറിന്റെ നല്ല വശം. ഇത് ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണിയുടെ നല്ല വശത്ത് സെക്കൻഡ് ലെയറിന്റെ നല്ല വശം ഇങ്ങനെ കമത്തി നമ്മളിങ്ങനെ വെച്ചു. ഇത് സെക്കൻഡ് ലെയറുടെ നല്ല വശമാണ്. ഇത് ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണി നല്ല വശം. ഇതിങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിച്ച് ലൈനിങ് തുണി മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫസ്റ്റ് ലെയറിന്റെ ലൈനിങ് തുണി നല്ല വശമാണ്. ഇത് സെക്കൻഡ് ലെയറിന്റെ നല്ല തുണി നല്ല വശം. ഞാൻ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് ഫസ്റ്റ് ലെയർ ആണ്. ഇത് സെക്കൻഡ് ലെയർ ആണ്. നമുക്കിനി തേർഡ് ലെയർ അറ്റാച്ച് ചെയ്യാം. തേർഡ് ലെയർ ഈ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ലെയറിന്റെ ലൈനിങ്ങിന്റെ നല്ല വശത്ത് തേർഡ് ലെയറിന്റെ നല്ല വശം ഒപ്പത്തിനൊപ്പം വെച്ച് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സെക്കൻഡ് ലെയറിന്റെ നല്ല വശമാണ്. സെക്കൻഡ് ലെയറിന്റെ ലൈനിങ്ങിന്റെ നല്ല വശം തേർഡ് ലെയറിന്റെ നല്ല വശം ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. ഒപ്പത്തിനൊപ്പം വെച്ച് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിത്
3 ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് ഒന്നാമത്തെ ലെയർ, ഇത് രണ്ടാമത്തെ ലെയർ, ഇത് മൂന്നാമത്തെ ലെയർ. എന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനെ ഫ്രോക്ക് പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് നെക്ക് ഹെമ്മിങ് ചെയ്യാം. യോക്ക് പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഞാൻ സ്കേർട്ട് പാർട്ടിനെ ഇങ്ങനെ തിരിച്ചിട്ടു. എന്നിട്ട് നല്ല തുണി ഉണ്ടല്ലോ, യോക്ക് പാർട്ടിന്റെ നല്ല വശം നമ്മുടെ സ്കേർട്ടിന്റെ നല്ല വശം ഒരുമിച്ച് വരണം. യോക്ക് പാർട്ടിനെ ഞാൻ ഈ സ്കേർട്ടിന്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ ഇറക്കി. എന്നിട്ട് ഇത് സ്കേർട്ടിന്റെ നല്ല വശം, ഇത് സ്കേർട്ടിന്റെ നല്ല വശം, ഇത് യോക്ക് പാർട്ടിന്റെ നല്ല വശം ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ 1/2 ഇഞ്ച് എന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ തയ്യൽ തുമ്പ് 1/2 ഇഞ്ചിൽ കൊടുത്തേക്കണേ, ആ 1/2 ഇഞ്ച് നമുക്ക് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നല്ല വശമാണ്, യോക്ക് പാർട്ടിന് നല്ല വശം, ഇത് സ്കേർട്ടിന് നല്ല വശം. ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് നമ്മൾ 1/2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തേക്കുന്നത്. ആ 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ട നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം.